ചെയ്തത് ഞാൻ വേറെ ആൾക്ക് ഓർഡർ വഴി വേറെ ആൾ മുഖേന ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ അതിലൊരു പ്രശ്നം വന്നിരുന്നതെന്ന് പറയുന്നത് ഈ എക്സിസ്റ്റിംഗ് നമ്മളുടെ ഇൻവെർട്ടർ ഉണ്ടല്ലോ അതിനെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്തും കൊടുത്തിരുന്നു. അപ്പൊ അവർക്ക് ഒരു 2000-3000 രൂപ വരെ അവർക്ക് ബില്ല് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എന്ന് പറയുന്നത് പക്ഷെ അവര് പറഞ്ഞു പിന്നെ ഒരു കംപ്ലൈന്റ് വന്നത് ഇതാണ്, അതായത് ചാർജ്, അതായത് രാവിലെ ഈ നമ്മുടെ ക്ലൗഡി ആയിരിക്കുന്ന സമയത്തായിരിക്കും ഇത് ചാർജ് ആവുന്നില്ല, പിന്നെ അവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കിയപ്പോ കണ്ടത് നമ്മളുടെ ഇൻവേർട്ടർ ഉണ്ടല്ലോ, എക്സിസ്റ്റിംഗ് ഇൻവേർട്ടർ രാത്രിയിൽ അത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനടി KCB ചാർജ് ചെയ്യുന്നു. ആ ഒരു പ്രോബ്ലമാണ് കണ്ടത്. അപ്പൊ അങ്ങനെ പിന്നെ കംപ്ലൈന്റ് ആയത് വിളിച്ചിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ചെയ്യിപ്പിച്ചെടുത്ത വർക്ക് ചെയ്യിപ്പിച്ച കമ്പനിയെ വിളിച്ചപ്പോ അവര് തീരെ എന്താ പറയുക ഒഴിഞ്ഞു മാറാന്നുള്ള ഒരു നിലപാടാണ്. കസ്റ്റമറെ എനിക്ക് നിരന്തരം കോൾ വന്നപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട കസ്റ്റമർ ആയിരുന്നു. അതിന് ഞാൻ പോയി നോക്കിയപ്പോ ഈ എക്സൈഡിന്റെ ഒരു ഇൻവേർട്ടർ ആയിരുന്നു. അപ്പൊ അതിൽ ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ സോളാർ ഡിസ്കണക്ട് ചെയ്തു പാനലിൽ നിന്ന്. നോക്കുമ്പോ ഇത് മറ്റേ KCB ചാർജ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ പിന്നെ ഒന്ന് രണ്ട് നമ്മുടെ ഹലോ കേൾക്കുന്നുണ്ടോ സാറേ? പറഞ്ഞോട്ടെ കേൾക്കുന്നുണ്ട്. അപ്പോ അത് ഈ എക്സൈഡിന്റെ ബാറ്ററി ഈ ഇൻവെർട്ടർ എന്ന് പറയുന്നത് അതിലൊരു ഓൺ ഓഫ് ഒരു സ്വിച്ച് എന്തോ ഉണ്ടായിരുന്നു, അതിൽ അവർ വയർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് വാറന്റി ആയിരുന്നു. അതായത് 1 വർഷമല്ലേ ഇവർ ഗ്യാരണ്ടി കൊടുക്കുള്ളൂ. അപ്പൊ അതിൽ നിന്ന് 2 വയർ എടുത്തിട്ട് പുറകെ ഒരു സ്വിച്ച് പിടിപ്പിച്ചിട്ട് ഓൺ ഓഫ് സ്വിച്ച് വെച്ചപ്പോ ഇവരുടെ കസ്റ്റമറോട് നമ്മൾ പറഞ്ഞ് രാത്രി സമയത്ത് നിങ്ങൾ ഇങ്ങനെ, അതായത് ബാറ്ററിന്ന് ഇത് വർക്ക് ചെയ്യും, അഥവാ ഇപ്പൊ പവർ പോവുകയാണെങ്കിൽ അല്ല ഇത് ഓഫ് ചെയ്യണം. അതായത് പവർ പിന്നെ വന്നു കഴിഞ്ഞാൽ ബാറ്ററിയിൽ ചാർജ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവരൊന്ന് മോണിറ്റർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുറച്ച് വ്യത്യാസം വരുന്നുണ്ടെന്ന്. അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുത്തു. പിന്നെ എന്ന് പറയുന്നത് ഇപ്പൊ വരുന്നതെല്ലാം ഓൺ ഗ്രിഡ് ആണ്. ഓൺ ഗ്രിഡ് എൻക്വയറി കുറെ വന്നിട്ട് ഞാൻ തലവേദനയാണെന്നുള്ള രീതിയിൽ ഞാൻ എല്ലാം വിട്ടു. അതായത് ഞാൻ പിന്നീട് പറയാം. അപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പൊക്കെ തുടങ്ങിയത് ഇതൊക്കെ. അപ്പൊ ഞാൻ കൂടുതൽ, അതായത് നമ്മൾ കസ്റ്റമർ നല്ല കസ്റ്റമറാണ്, നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടും. അപ്പൊ ഓൺ ഗ്രിഡിന്റെ എനിക്കിപ്പോ ഒരു 3 കസ്റ്റമർ എനിക്ക് വന്നിട്ടുള്ളത് 3500 ബില്ല് ഒരാൾക്ക് വരുന്നുണ്ട്, വേറെ ആളുടെ 4800 രൂപയോളം വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞതിന്റെ മുൻപ് പ്രാവശ്യം KCB എല്ലാവർക്കും ഒരു കൂടുതൽ എമൗണ്ട്, ഹൈ എമൗണ്ട് വന്നില്ല. ആ സമയത്ത് 10,000 വന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ അവര് പേ ചെയ്തത് എന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഒരു പാർട്ടിക്ക് 4800 രൂപയോളം വരുന്നുണ്ട്, മറ്റേ പാർട്ടിക്ക് 3500 രൂപയോളം വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ ഓൺ ഗ്രിഡ് ആണോ മെച്ചപ്പെടാതെ അത് ഓഫ് ഗ്രിഡ് ആണോ? ഓൺ ഗ്രിഡ് ആയിരിക്കും. പക്ഷെ അവർ ചോദിക്കുന്നത് ഇതാണ്, അതായത് നമുക്ക് കൂടുതൽ ഗുണം ഉള്ള സംഭവം മനോജ് ഒന്ന് നോക്കിയിട്ട് ചെയ്തതാ, അതിന്റെ ഉത്തരവാദിത്വം മനോജ് ഏൽക്കണമെന്ന രീതിയിൽ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ സ്റ്റഡി ചെയ്തപ്പോ ഈ ഓൺ ഗ്രിഡ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഓൺ ഗ്രിഡ് ആണ്, പക്ഷെ ഗ്രോസ് ഗ്രിഡ് എന്ന് പറഞ്ഞ സംഭവം ഇനി വരുമോ? ഇനി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ പകല് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ KCBക്ക് നമ്മൾ കൊടുക്കുന്നത്, രാത്രി നമ്മൾ KCBയിൽ നിന്ന് എടുക്കുന്നു. അപ്പൊ അത് ഈക്വൽ 0 എന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. അപ്പൊ ഇനി ഇവിടത്തെ എങ്ങനെയാണ് ഈ ഓൺ ഗ്രിഡ് എന്നുള്ള ഇത് എത്ര നാളത്തേക്ക് നമുക്ക് അതാണ് ഫലപ്രദമായിരിക്കുക? അതുപോലെ ഈ ഗ്രോസ് ഗ്രിഡ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്ന പോലെ ഇവിടെയും ഇനി അപ്ലിക്കബിൾ ആവും അത്? അപ്പൊ ആ ഒരു ഇതിലാണ് ഇപ്പൊ 3 കസ്റ്റമർ ഉണ്ട് നമുക്ക് ഓൾറെഡി ഈ ഓൺ ഗ്രിഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഓൺ ഗ്രിഡിന്റെ ആരൊക്കെയാണ് സപ്ലയർ, എനിക്ക് ആരും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ സ്വന്തം ഒരു പ്രോഡക്റ്റ് ഇല്ല, ഓൺ ഗ്രിഡ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിപ്പോ ഞങ്ങളുടെ അടുക്കൽ അന്ന് നമ്മള് ഓൾറെഡി ഇപ്പം ഈ പറയുന്ന പ്രശ്നത്തിന് ഓൾറെഡി പരിഹാരം ഉള്ളതാണ്. അതിപ്പം ഞാൻ എല്ലാരും പറയുന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിനകത്തില് ഞാനാണെങ്കിൽ അതിന്റെ ഇത് ഷെയർ ചെയ്ത് തരാം. അതിപ്പം കാരണം സാധാരണപ്പെട്ടവന് അത് ഉപകാരപ്പെടുവാണെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ. കാരണം നമ്മളത് ഇത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിസൈന് അത് പൊതുവെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ. കാരണം ഈ പറയുന്ന എക്സിസ്റ്റിങ്ങിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനകത്തിൽ ഉപയോഗിക്കേണ്ട ഈ എക്യുപ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഞാനിടാം. അതാകുമ്പോഴത്തേക്കിന് ഈ റിട്രോഫിറ്റ് ചെയ്യുന്നവർ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു റിലേയാണ്, വലിയ കഥയുള്ള കാര്യമൊന്നുമില്ല. ആ റിലേ മേടിച്ച് കണക്ട് ചെയ്യുക, എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് സർക്യൂട്ട് ഡയഗ്രം ഞാൻ ഇട്ട് തരാം. കാരണം അത് ഞങ്ങൾ ഇലക്ട്രി എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്തതാണ്. ജസ്റ്റ് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നാൾ അതിന്റെ ഇത് നടത്തി ചുമ്മാ വെച്ചേ. കാരണം വലിയ കോസ്റ്റ് വരാതെ സാധാരണപ്പെട്ടവൻ വെക്കണം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഞാൻ ഇത് ചെയ്തു തരാം. പിന്നെ ഈ ഓൺ ഗ്രിഡ് വെക്കുമ്പോഴത്തേക്കിനും ധൈര്യമായിട്ട് പോയി അവർക്ക് ഓൺ ഗ്രിഡ് സജസ്റ്റ് ചെയ്യാം. കാരണം 1946 നമ്മുടെ ഈ ലെഡ് ആസിഡ് കൂടുതലും ബാറ്ററി കൂടുതലും ഇത് വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത്. അപ്പം 1800 കണ്ടുപിടിച്ചത്. അത് ഇപ്പോഴും ആൾക്കാർ എടുത്തോണ്ട് നടക്കുന്നത് ലെഡ് ആസിഡാ.
പിന്നെ ലിഥിയം വന്നിട്ടും ലിഥിയം അയൺ ബാറ്ററി വന്നിട്ടും ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം വന്നിട്ടില്ല. എങ്ങനെയാണ് ഇവര് പറയുന്നത് കോസ്റ്റ് ഇരട്ടിയാന്ന്. ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ് ഇല്ല സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ. അപ്പം അത് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇപ്പം അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റമറിനെ നിങ്ങളൊരു പോയി സമീപിക്കുമ്പോഴത്തേക്കിന് ഒരു കസ്റ്റമറിനെ നിങ്ങൾ ആദ്യം അന്നേ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, കസ്റ്റമറിനെ സമീപിക്കുമ്പം ഒരു സോളാർ കച്ചവടക്കാരൻ എന്നുള്ള രീതിയിൽ ചെല്ലാതെ ഒരു എനർജി ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഒന്ന് ചെന്ന് നോക്കുക. അപ്പൊ അവരുടെ വീട്ടില് ആക്ച്വലി എന്താണോ ഇതൊന്ന് നോക്കുക. നിങ്ങൾ ആദ്യം അവർക്ക് എന്താണ് കറണ്ട് ബില്ല് ഏറ്റവും കൂടുതൽ എടുക്കുന്നതെന്നൊരു നോക്കുക. അപ്പൊ ആ നോക്കുന്നതിന് നിങ്ങളൊരു പരിഹാരം അവർക്ക് കൊടുക്കുവാണെങ്കിൽ ആക്ച്വലി കസ്റ്റമറിന് നിങ്ങളോടുള്ള വിശ്വാസത കൂടുക. അല്ലെ നിങ്ങൾ ഓൾറെഡി ചെന്ന് 3000 ആണ് ബില്ല്, ഓക്കെ 3000 ഓൺ ഗ്രിഡ് ഒരെണ്ണം വെച്ചോ, നിങ്ങൾക്ക് കറണ്ട് ബില്ല് 5 വർഷം കൊണ്ട് റിട്ടേൺ കിട്ടും. അവന്റെ 10 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ് അപ്പുറത്ത് ഇരിപ്പുണ്ടായിരിക്കും, അപ്പൂപ്പൻ മേടിച്ച ഫാൻ കാണും, അതും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെന്നിട്ട് അവരുടെ അടുക്കൽ പറഞ്ഞ് നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് മാറാൻ ചിന്തിക്കുക. എല്ലാവരും ഇപ്പം ഇതിനകത്തിലുള്ളവരായാലും മാർക്കറ്റിലുള്ളവരായാലും ശരി, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരായാലും ശരി, ഇത് ഒട്ടും ഇതില്ലാത്തവർക്ക് തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ഒരു കച്ചവടക്കാരൻ ഉള്ള നിലയിൽ മാറി നമ്മൾ സോളാർ എന്ന് പറയുന്ന ഒരു റിന്യൂവബിൾ ആണ്. അത് ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾ മാലാഖമാരാണ്, പ്രകൃതിയെ നമ്മൾ ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട് ഈ സോളാർ വെച്ച്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ഒരു ഓഡിറ്റർ എന്നുള്ള രീതിയിൽ കയറുക. അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊരു സജഷൻ കൊടുത്തതിന് ശേഷം പറയുക ഓൺ ഗ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ സാറേ ഇത്ര രൂപ വെച്ച് കുറവ് വരും. പിന്നെ കമ്പനിയെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് എവിടെ നിന്നാണോ കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ ഏരിയയിൽ എവിടെയാണ്, അവിടെ സർവീസ് ഉള്ള കമ്പനി ഏതാണ് എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം ആ കമ്പനിയെ സെലക്ട് ചെയ്യുക, അവരുമായിട്ട് ഇത് വരിക, അങ്ങനെ ചെയ്യുക. ഇപ്പൊ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പം തൊടുപുഴ അവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെറ്റീരിയലിന്റെ കാര്യത്തിലായാലും പാനൽസിന്റെ കാര്യത്തിലായാലും നിങ്ങളെ പുള്ളി ഗൈഡ് ചെയ്യാൻ രാഹുലുണ്ട്. രാഹുലിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z സൊല്യൂഷനാണ് കിട്ടുന്നത്. കാരണം സൊല്യൂഷനും കിട്ടും, പ്രൊഡക്റ്റും കിട്ടും. നിങ്ങൾ ആ കാര്യത്തിനൊന്നും ഇന്നിപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിടപ്പുണ്ട്. പണ്ടത്തെ ആ ഒരു ഇതേ അല്ല, നമുക്കിപ്പം പോയപ്പം ആ ഒരു ഇതല്ല. ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് അങ്ങ് കിടക്കുവാണ്. ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് ഇതായി. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ കാര്യത്തിൽ ഓർത്തൊന്നും അറിയേണ്ട. കാരണം ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലായാലും തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനകത്തിൽ കസ്റ്റമർ സർവീസ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നവരാണ് എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നോക്കിയതിന് ശേഷം, പഠിച്ചതിന് ശേഷം ആളുകളെ വിശ്വസിക്കാതെ കമ്പനികളുടെ ഇത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമറിനെ ഞാൻ പറഞ്ഞില്ല, കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് അവിടുത്തെ. അപ്പം പക്ഷെ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളെ പറ്റി നമുക്കൊരു ധാരണ വേണം. ആദ്യം മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളെ പറ്റി ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ ചെന്നിട്ട് പറയുവാണെങ്കിൽ ഉചിതമായിരിക്കും. കാരണം നാളെ ഒരാൾ വന്നിട്ട് അവരുടെ അടുക്ക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നീണ്ടു നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു ഓഡിറ്റർ എന്നുള്ള ഒരു രീതിയിൽ ചെന്നിട്ട് അവരെ ഇത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഓൺ ഗ്രിഡ് ആണോ, ഇപ്പൊ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും മാറുവാണ്. ഓൺ ഗ്രിഡ് ഇപ്പൊ ആദ്യം ഓഫ് ഗ്രിഡ് വന്നു, റിട്രോഫിറ്റ് വന്നു, ഓഫ് ഗ്രിഡ് വന്നു, ഓൺ ഗ്രിഡ് വന്നു, ഹൈബ്രിഡ് വന്നു. ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഓൺ ഗ്രിഡിനെ ഹൈബ്രിഡ് ആക്കുന്ന ഒരു ഇതാണ്. ഹൈബ്രിഡ് വന്നു, അത് വലിയ പ്രാബല്യം വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എക്സിസ്റ്റിംഗ് ഓൺ ഗ്രിഡിനെ ഇതാക്കാൻ പോകുന്നു. അതിന് കുറെ കമ്പനീസ് വന്നു, ഫോക്കസ് വന്നു, വിക്ട്രോം വന്നു, ഇപ്പം ഏത് ഇൻവെർട്ടറിനെ മാറ്റാൻ പറ്റുന്ന മോർണിംഗ് സ്റ്റാർ വന്നു. അപ്പൊ അങ്ങനെ കുറെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൈക്രോ ഗ്രിഡ് വന്നു, സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു വലിയ വിപ്ലവം വരാൻ പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ഇത് നടക്കാൻ പോവാണ് ഇവിടെ. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പൊ അപ്ഡേറ്റ് ചെയ്ത് മാക്സിമം അപ്ഡേറ്റ് ചെയ്തിരിക്കുക മാർക്കറ്റുമായിട്ട്. ടെക്നോളജീസ് ഓരോന്നോരോന്നും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാ ടെക്നോളജീസിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട്. അപ്പൊ ടെക്നോളജീസിനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക, അഡ്വാൻസ്ഡ് ടെക്നോളജിയിലോട്ട് മാറുക. ഈ പറയുന്ന ഇതുമായിട്ട് പിടിച്ചിരിക്കാതെ പുതിയ പുതിയ ടെക്നോളജിയിൽ മാറുക, പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഒരിക്കലും എടുത്ത് പഠിച്ച് അതിന്റെ ഡ്രോബാക്ക് മനസ്സിലാക്കണം എവിടെയെങ്കിലും ചെയ്ത്. അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിൽ വിശ്വസിച്ച് പോകാതെ പല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക, എന്നിട്ട് നല്ലൊരു പ്രൊഡക്റ്റിന്റെ കൂടെ പോവുക. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പം ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഏതെങ്കിലും ഒരെണ്ണം ഉപകാരപ്പെടും. കാരണം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, അതാ ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരുടെയും പേടി ഗ്രിഡ്ടൈലേക്ക് പോകലാണ്. അതെ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് വെക്കും. രാഹുലൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് നിങ്ങളെ സഹായിക്കാൻ 2 കൈ നീട്ടി അവിടെ ഇരിക്കുക. സത്യത്തില് ആരെയും കൈ വിടത്തില്ല. അതെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഗ്രിഡ്ടൈ സിസ്റ്റം. ആകെ 4 വയർ അതിനകത്ത് പോകുന്നുണ്ട്, 2 പ്ലസ് മൈനസ് ഒരു ഫേസ് ന്യൂട്രൽ.
അതെ. ഇത്രേ ഉള്ളൂ അതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ കോൺഫിഗറേഷൻ ഇപ്പൊ ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. അത്ര ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് കോൺഫിഗർ ചെയ്ത് കഴിയാം. ഇതേപോലെ ഓഫ് ഗ്രിഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി സൈസിങ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. പാനൽ സൈസിങ് കറക്റ്റ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. കറണ്ട് ഫ്രീക്വന്റ് ആയിട്ട് പോണ സ്ഥലമാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. കസ്റ്റമർ 2 ലോഡ് കൂടുതൽ വാങ്ങിച്ചു വെച്ചാൽ അതും ബുദ്ധിമുട്ട് വരും. അപ്പൊ അവരാദ്യം പറയാം അന്നൊക്കെ വർക്ക് ചെയ്ത്, ആദ്യം വർക്ക് ചെയ്ത് പിന്നെ വർക്ക് ചെയ്തില്ല, നിങ്ങൾ വെച്ചതിന് ശേഷം ബൾബ് ഫ്യൂസ് ആയി വീട്ടിലെ, ആ ബൾബ് മാറ്റി തന്നെ, ഇൻവെർട്ടർ വന്നതിന് ശേഷമാണ് ബൾബ് ഫ്യൂസ് ആയത് എന്നൊക്കെ പറയും. അപ്പൊ ഇത് ഗ്രിഡ് ടൈ സിസ്റ്റം ആവുമ്പോ അത്ര വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. അവര് ബില്ല് കുറയണ്ടോ കൂടണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ അപ്പൊ രാത്രി തന്നെ ഓടി വർക്ക് ചെയ്യേണ്ട കാര്യം തന്നെയില്ല. അത്ര ക്രിട്ടിക്കൽ അല്ല ഗ്രിഡ് ടൈ സിസ്റ്റംസ്. ഒരാഴ്ച 2 ആഴ്ച ഫെയിൽ ആയി എന്ന് വെച്ച് പ്രൊഡക്ഷൻ കുറയും, ബട്ട് നമ്മുടെ സിസ്റ്റത്തിന് ഡിപ്പെൻഡന്റ് അല്ല നമ്മുടെ ക്ലയന്റിന്റെ ലോഡുകൾ. അപ്പൊ അതുകൊണ്ട് ഇത്രയും കൂടി റിലാക്സ്ഡ് ആണ് ഗ്രിഡ് ടൈ. ആ ഒരു കണക്ഷന്റെ KCB സൈഡിൽ നിന്നുള്ള ഒരു ഡിലേ മാത്രമേ നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇതുള്ളൂ. ബട്ട് ബാക്കി സിസ്റ്റം കണക്ട് ചെയ്യാനായിട്ട് ആരെ കൊണ്ടും പറ്റും. ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു സിസ്റ്റം അത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. ഇതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് ചെയ്തു തരുന്നതായിരിക്കും. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരും. ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് നോക്കോ. എത്ര പറഞ്ഞാണ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, സ്വന്തമായിട്ട് ചെയ്തെന്ന് വളരെ. അതെ അതെ. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ ഒരു 3 ഓർഡർ ഉള്ളത് സാറേ. ഒരെണ്ണം ഇപ്പൊ ഓൾറെഡി ഉണ്ട് എനിക്ക്. അതിപ്പോ ചെയ്യാം. അതിപ്പോ നാളെ സ്റ്റാർട്ട് ചെയ്താൽ അവർ ഓക്കെയാണ്. അതിൽ അഡ്വാൻസ് തരാനും അവര് പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. 60% ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും. എങ്ങനെയാണെന്ന് കാരണം വളരുമ്പോ എല്ലാവർക്കും വളരണം. ധൈര്യമായിട്ട് മുന്നോട്ട്. എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. 2010 ഞാൻ ആദ്യമായിട്ട് സോളാർ പ്രൊജക്ട് ചെയ്യണത് ONGCക്ക് വേണ്ടിയാണ്. 2010 തൊട്ട് 2015 വരെ ഞങ്ങൾ പ്രൊജക്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ബോംബെയിലായിരുന്നു. നാട്ടിലേക്ക് വന്നിട്ട് എന്റെ വീട്ടില് സോളാർ വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പാനലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായി. അത് കൊണ്ടുവന്ന് വെച്ചു. ഇത് കണക്ട് ചെയ്യാനുള്ള ജംഗ്ഷൻ ബോക്സ് മാർക്കറ്റിൽ കിട്ടാനില്ല, കണക്ടർ മാർക്കറ്റിലില്ല, സോളാർ കേബിൾ മാർക്കറ്റിലില്ല. 2015 കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഇത് വിറ്റാൽ നല്ലതാണല്ലോ എന്ന് തോന്നിയത്. ഓക്കെ. അപ്പം ഈ 2015 ഞാൻ വീട്ടിൽ വരുമ്പം എനിക്ക് എന്റെ വീട്ടിലെ ACDB എന്ന് പറയാൻ നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ താഴെയുള്ള DB തൊടാൻ എനിക്ക് പേടിയായിരുന്നു. AC ഞാൻ തൊട്ടിട്ടില്ല. അതുവരെ എല്ലാം DC-യിലായിരുന്നു. സോളാർ ആണെങ്കിലും ലോഡുകളെല്ലാം DC ആണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. നമുക്ക് പേടിയായിരുന്നു DB തുറക്കാനായിട്ട്. അപ്പൊ ഞാൻ ഗ്ലൗസും കണ്ണടയൊക്കെ വെച്ചിട്ടാണ് അത് തുറക്കണേ. ഓക്കെ. ഇപ്പൊ ആ ഒരു പേടി മാറി. കാരണം ഇപ്പം നമ്മള് AC കപ്ലിംഗ് ആയി, DG സിങ്ക്രണൈസേഷൻ ആയി, മൈക്രോ ഗ്രിഡ് ആയി, അങ്ങനെ പല സാധനത്തിലേക്കും കടന്നു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പേടിയുണ്ടോ? നമ്മൾ ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പേടി പോലെ. അന്ന് നനഞ്ഞ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് നിന്ന് കയറാനും പഠിക്കാം. അതാണ് സോളാറിന്റെ ഒരു അവസ്ഥ. അപ്പൊ ആദ്യം നമുക്കൊരു പേടിയുണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാനൊക്കെ തുടങ്ങുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി കമ്പനീസ് ഉണ്ട്, ആൾക്കാരുണ്ട്, അറിയാവുന്ന ആൾക്കാരുണ്ട്. നമുക്കിപ്പോ ഗൂഗിൾ ചെയ്താലും നമുക്ക് കിട്ടും. ഞാൻ 2010 തുടങ്ങുമ്പോൾ നമുക്ക് ഗൂഗിൾ ചെയ്യാനോ ഒരു റെഫർ ചെയ്യാനോ ഒരു ഡോക്യുമെന്റോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ അത്ര പേടിച്ച് മടിച്ചു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് മുഴുവൻ ഇരിക്കാൻ. പിന്നെ സോളാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ടൈല് കടകള്, ഫിറ്റിങ്സ്, പ്ലംബിങ്, ഇലക്ട്രിക്കല്, അങ്ങനെയുള്ള കടകളുടെ അത്രയും കോമൺ ആയിട്ടില്ല സോളാർ. ഞാൻ പറഞ്ഞു തന്നെ അതിന് അത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ട്, അത്രയധികം കൺസ്യൂമേഴ്സ് ഉണ്ട്. ഓക്കെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓഫ് ഗ്രിഡ് സാച്ചുറേറ്റ് ആയി. ഒരിക്കലും സാച്ചുറേറ്റ് ആയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു സോളാർ ഉള്ള വീട് ഒരു 2-3% ഉള്ളൂ. ബാക്കിയുള്ള 97% വീടുകളിലും സോളാർ വരാനുണ്ട്. ഒരു കാര്യം, ഗ്രിഡ് സാച്ചുറേറ്റ് ആവാൻ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 75% വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ട്രാൻസ്ഫോമറിന്റെ 15% വരെ അവർ അപ്രൂവൽ ഉണ്ടായിരുന്നുള്ളൂ ഗ്രിഡ് ടൈ സിസ്റ്റത്തിന്. ഇപ്പൊ 75% വരെ നമുക്ക് സോളാർ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അത്രയും ഒരു സ്കോപ്പ് കിടക്കുക. നമ്മള് എങ്ങും എത്തിയിട്ടില്ല ഇതുവരെ സോളാർ പിടിപ്പിച്ചിട്ട്. അപ്പൊ ഇത് തല്ലി അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല, എനിക്ക് കിട്ടിയാൽ മറ്റേയാൾക്ക് കിട്ടില്ല എന്നുള്ള ഒരു തോന്നലേ വേണ്ട. എല്ലാവർക്കും ഉള്ള മാർക്കറ്റ് ഉണ്ട്. ഓക്കെ. മാർക്കറ്റിൽ ഇപ്പൊ നല്ല കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ എല്ലാവർക്കും തട്ടിപ്പറിയാണ്. അവിടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങോട്ടും പാരോട്ടാണ്. അപ്പൊ ഏറ്റവും വലിയ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പെർ വാട്ട് ഇത്ര രൂപ എന്നുള്ള റേറ്റിൽ നമ്മൾ നിൽക്കാതിരിക്കുക. എപ്പോഴും കസ്റ്റമർക്ക് തോന്നണം കസ്റ്റമർക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സാറ് ഇപ്പൊ നിങ്ങൾ എല്ലാരും ഇപ്പൊ ഒരു തയ്യക്കടക്കാരനാന്ന് വിചാരിച്ചു. ഇപ്പൊ ആ ഒരു ക്ലയന്റിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഷർട്ട് ആണ് നിങ്ങൾ ഇത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് പറയുവാണെങ്കിൽ പിന്നെ പോയി ബ്രാൻഡുകളിലേക്ക് പോവില്ല. ഇപ്പൊ 40 സൈസ് ലൂയി ഫിലിപ്പിന്റെ ഷർട്ട് എല്ലാ കടകളിലും കയറി ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ എല്ലാരും പല വില പറയും. ഓക്കെ, നിങ്ങൾ തയ്ച്ച സാധനമാണെങ്കിൽ നിങ്ങൾ ആ ഒരു കസ്റ്റമർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വില കിട്ടും. ഓക്കെ, അപ്പൊ ഒരിക്കലും പെർ വാട്ടിന് 50 രൂപ പെർ വാട്ടിന് 60 രൂപ എന്നുള്ള ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ പോയി അടുത്തൊക്കെ ഒരു ഇൻസ്റ്റാളറിന്റെ അടുത്ത് പോയി ചോദിക്കാൻ പോണേ നിങ്ങൾ പെർ വാട്ടിന് എത്ര രൂപ. ഓക്കെ, ഇപ്പൊ നമ്മൾ ടൈല് പണിക്കാരെ വിളിക്കണ പോലെ അപ്പൊ ഒരാള് ടൈല് സ്ക്വയർ ഫീറ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്ക്വയർ ഫീറ്റിനാണ് ഇതിന്റെ റേറ്റ് എന്നുള്ള വിചാരത്തിൽ അടുത്ത ആളുടെ അടുത്ത് പോയി നമ്മൾ ആദ്യം ചോദിക്കാൻ പോണേ സ്ക്വയർ ഫീറ്റ് ഇയാൾ ഇത്ര രൂപയ്ക്ക് ചെയ്തു തരുന്നു. ഓക്കെ, അതേസമയം നമ്മൾ അയാളുടെ അടുത്ത് പറയാം നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കിനല്ല അല്ലെങ്കിൽ പെർ കിലോ വാട്ട് കണക്കിനല്ല നമ്മൾ സോളാർ ചെയ്യണേ, ഞങ്ങള് സാറിന് ആവശ്യമുള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ തരുന്നത്. സാറിന് ആവശ്യമുള്ള ഇപ്പൊ എല്ലാവരും സ്ട്രക്ചർ ഒരേ സ്ട്രക്ചർ ആയിരിക്കില്ല സോളാർ വെക്കുന്നത്. പല വീടുകൾക്കും പല സ്ട്രക്ചർ ആയിരിക്കും വേണ്ടത്, പല കേബിൾ ലെങ്ത് ആയിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും ഇൻസ്റ്റലേഷൻ, പല റിക്വയർമെന്റ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും നമ്മൾ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ഫീല് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പെർ വാട്ടിന്റെ ഒരു ഇതിനകത്തേക്ക് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മള് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കസ്റ്റമർക്ക് കൊടുക്കണെന്നുള്ളൊരു തോന്നല് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡിനറി പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യില്ല. എല്ലാവരും മാർക്കറ്റ് മേഖലയിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് കസ്റ്റമറിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും തീരാനാണ് ചാൻസ്. കാരണം ഒരു സജഷൻ കൊടുത്തിട്ട് കയറുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം ഫേസ് കസ്റ്റമേഴ്സ് മിക്കവാറും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇവര് നെറ്റിൽ കയറി സെർച്ച് ചെയ്തിട്ട് അത് കുറെ റോങ് ഇൻഫർമേഷൻ ഒക്കെ ആയിരിക്കും. നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് നെറ്റിട്ടത് ഇൻകം കസ്റ്റമർ നമുക്ക് ബന്ധപ്പെടുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം. സത്യത്തില് എനിക്കും ഒത്തിരി ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് നമ്മളെ വന്നിട്ട് നെറ്റിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് നമ്മളെ പറയണ നുണയാന്നുള്ള രീതിയിൽ പറയുമ്പോ മിക്കവാറും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഇതിപ്പോ നമ്മളെക്കാളും വലിയ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഡോക്ടർമാരാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു കസ്റ്റമറെ കാണാൻ പോയപ്പോഴത്തേക്കിനും അവിടെ അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്, യുവ എഞ്ചിനീയർ ആണ്. അപ്പം പുള്ളിക്കാരൻ എന്നെ ചോദ്യം ചെയ്തു, എന്റെ അടുക്കൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു ഓൺ ഗ്രിഡ് ഭയങ്കര നഷ്ടമാണല്ലോ, ഇപ്പം ഒരു പാനൽ വെച്ചിട്ട് ഡയറക്റ്റ് AC ഉപയോഗിക്കാവുന്നത് ലാഭമല്ലേ, ഇത് ആർക്ക് വേണേലും ചെയ്യാവുന്നതല്ലേ എന്നുള്ളൊരു ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അതൊരു യൂട്യൂബിന്റെ കുഞ്ഞാന്ന് മനസ്സിലായി. അപ്പൊ അവരുടെ അടുക്കല് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ ഒരു മറുപടി തീർച്ചയായിട്ടും ഉണ്ട്. ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പൊ ഒരു വ്യക്തി ഉണ്ടാക്കുന്നതിനകത്തിൽ അല്ലെ ഒരു വ്യക്തി ഡിസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനകത്തിൽ നമുക്കൊരു വാല്യൂ ഉണ്ട്. അതായത് എനിക്കൊരു വാല്യൂ ഇട്ടിട്ടുണ്ട്. അപ്പം എന്റെ അറിവെന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു ഇതെടുക്കുക. അതായത് നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത്രയാണ്, മറ്റൊരു കമ്പനിക്കാരെക്കാരിലും മറ്റവൻ ചെയ്യുമായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് ഇത്രയാണെന്ന് പറഞ്ഞ് നമുക്കൊരു പ്രത്യേകതയായിട്ട് പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും വേണം. കാരണം നമുക്ക് മറ്റുള്ളവർ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് വേണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇന്നകൂട്ട് പല കാര്യങ്ങളും നിങ്ങൾ ഈ പ്രൊജക്ടിനകത്ത് ആലോചിച്ചു. കാരണം ഒരു കമ്പനിക്കാരും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു കമ്പനിക്കാരും അവരുടെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം നമ്മൾ ഇപ്പം ഇത് എങ്ങനെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കസ്റ്റമറെ ക്യാച്ച് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണെന്നുള്ള കാര്യം ഒരിക്കലും ഒരാൾ പറയത്തില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ അതുകൊണ്ട് വളരെ കഴിഞ്ഞാൽ നാളെ അവർക്കൊരു ഇതാകും എന്നുള്ളൊരു പേടിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും മാർക്കറ്റിനകത്ത് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു അടയാളം വെച്ചേക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. കാരണം മുന്നോട്ട് തന്നെ പോവാം. കാരണം വളരാനായിട്ട് പറ്റിയ സമയമാണ് ഇപ്പം. കാരണം ഞാനാണെങ്കിൽ ഒരു വർഷത്തെ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. ആ ഒരു ബ്രേക്ക് കൊണ്ട് പല കമ്പനീസും ഇന്ന് എവിടെ എത്തി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം അന്ന് ഞാൻ ബ്രേക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പൊ എവിടെ പോകുമായിരുന്നു അറിയാമായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. കാരണം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു.
പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ മാർക്കറ്റിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം അന്ന് ഞാൻ ചെയ്ത ഒരു വേല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരും ഒരുപാട് കേരളത്തിന് അങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഫോണിൽ വിളിക്കുന്ന എല്ലാവർക്കും എന്തും പറഞ്ഞു കൊടുക്കും, അല്ലെ എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇന്ന് പറഞ്ഞു കൊടുത്ത ഒരുപാട് പേര് നല്ല നിലയിൽ കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി. കാരണം എല്ലാവരും നല്ല ഒരുവിധം എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഓൺ ഗ്രിഡ് നമ്മൾ പറഞ്ഞു കൊടുത്തവരെല്ലാം ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയാണ്. കാരണം ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനി ഞങ്ങളായാലും തന്നെ ഉദ്ദേശിക്കുന്ന അതാണ്. ഒരു ഡീലർ ഉണ്ടായി കഴിഞ്ഞാൽ അവന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. അവന് എഞ്ചിനീയറിംഗ് സപ്പോർട്ട് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മുടെ. അവന് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അത് സാധിക്കണം. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പിനകത്തിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആ പറയുന്ന എന്താണ് ഇനി ആവശ്യം എന്ന് പറയുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് നമുക്കത് ചെയ്ത് തരാം. കാരണം അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ ചിലപ്പോൾ വളർന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഒരു സാധാരണപ്പെട്ടവർ തന്നെ ഇപ്പം പ്രവാസികളായാലും എല്ലാവരും നിർത്തി വന്നിട്ടുണ്ട് ഒരുപാട് പേര്. അവർക്കെല്ലാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കയറി വരുന്നവരാണെങ്കിൽ ടെക്നിക്കലായിട്ട് ഇച്ചിരി ഇതുള്ളവരാണെങ്കിൽ ഇത് വളരാനുള്ള ഒരു അവസരമാണ്. നമ്മളൊരു ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും. എന്തറിവുണ്ടെങ്കിലും പറഞ്ഞു തരാം. അതിലൊരു വിഷയമില്ല, എന്നെ കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ. സാറേ പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു, കേൾക്കാവോ? പറഞ്ഞോട്ടെ. പിന്നെ ഞാനൊരു പോയിന്റ് കൂടി നോട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ വീടുണ്ടല്ലോ, എനിക്കിപ്പോ ഓർഡർ ഉണ്ടെന്നുള്ള പറഞ്ഞിട്ട്, അവിടെ 3 ഫേസ് മീറ്റർ ആണ് KSEB ഇരിക്കുന്നത്. പക്ഷെ ഉള്ളിൽ നോക്കിയപ്പോ ഉള്ളിലും 3 ഫേസ് മീറ്റർ ആണ്. പക്ഷെ അവര് ഇലക്ട്രീഷ്യന്മാർ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ KSEB ഇതിൽ നിന്ന് 3 ഫേസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു ഫേസ് മാത്രമേ അവര് വീടിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നിട്ട് 3 ഫേസ് മീറ്റർ അവര് മൊത്തം ഷോർട്ട് ചെയ്തിട്ടാണ് ഇത് ഓടിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൺ ഗ്രിഡ് നമ്മൾ ചെയ്യുമ്പോൾ ഈ 3 ഫേസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണോ, അതോ സിംഗിൾ ഫേസ് മതിയോ? ഇൻവെർട്ടർ നമ്മള് ആദ്യം ചെയ്യേണ്ട ഒരു മൾട്ടിമീറ്റർ എടുക്കുക, പോവുക, അതിന്റെ ചോട്ടിൽ ചെന്നിട്ട് നോക്കുക എത്ര വോൾട്ടേജ് വരുന്നതെന്ന്. എന്നിട്ട് അത് 3 ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണെന്ന് കൺഫേം ചെയ്യുക. 415 ആണെങ്കിൽ 3 ഫേസും 230 ആണ് എല്ലായിടത്തും വരുന്നതെങ്കിൽ ഫേസ് ടു ഫേസ് നോക്കുക. ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇപ്പൊ ചെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം നോക്കുക. എന്നിട്ട് ആ ചെയ്ത ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ആ വീട്ടുകാരുടെ പറയുക, ആൻഡ് ഇവൻ ഇത് കൂട്ടാ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസ്യത വരും. അത് നോക്കി 415 3 ഫേസ് ആണെന്ന് കൺഫേം ചെയ്തു പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ ഉള്ളിലേക്ക് പോയിട്ടുള്ള കണക്ഷനിൽ ഇവര് സിംഗിൾ ഫേസ് കൊണ്ടുപോയിട്ടുള്ളൂ. അത് നമ്മൾ 3 ഫേസിലേക്ക് മാറ്റണം അല്ലേ? 3 ഫേസ് സപ്ലൈ വന്നിട്ടില്ലേ ഓൾറെഡി? സപ്ലൈ വന്നിട്ടുണ്ട്. KSEB 3 ഫേസ് സപ്ലൈ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. എന്നാ പിന്നെ KSEB വിളിച്ചിട്ട് പറയാം മീറ്ററിൽ ഇങ്ങനെയാണ്, അത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല, അവരുടെ ഇലക്ട്രീഷ്യനുമായിട്ട് സംസാരിച്ചിട്ട് അത് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം 3500 അല്ലേ വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും സിംഗിൾ ഫേസ് ആയിരിക്കും. സിംഗിൾ ഫേസ് വെച്ചാൽ മതിയായിരിക്കും. ഓൺ ഗ്രിഡ് ഒരു 3 കിലോവാട്ട് വല്ലതും വെച്ചാൽ മതി. 3 കിലോവാട്ട് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ KSEB നമ്മളിത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോ സിംഗിൾ ഫേസ് 3 ഫേസ് എന്നുള്ള കൺസെപ്റ്റ് വരും അവിടെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോ? തീർച്ചയായിട്ടും വരും. അതായത് അവരുടെ കറക്റ്റ് ആദ്യം ചെല്ലുമ്പോൾ മേടിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ബില്ലിങ് മേടിക്കുക. ഒരു ബില്ലിന്റെ കോപ്പി എടുത്ത് വെക്കുക. കാരണം ആ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു ബില്ല് മേടിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ അതിനകത്ത് നോക്കി എന്തെങ്കിലും അനലൈസ് ചെയ്യുക. എന്തെങ്കിലും നോക്കിയിട്ട് അതിനകത്തിലെ ആവറേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു കോളത്തിനകത്ത് കാണും, അവരുടെ ആവറേജ് കൺസംഷൻ കാണും. അപ്പൊ അത് നോട്ട് ചെയ്യുക. അതിനെയാണെങ്കിൽ നമ്മൾ ഭാഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് 2 മാസത്തിലല്ലേ വരുന്നത്. അപ്പൊ അത് ഭാഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തിൽ എത്രയാണ് അവരുടെ ഡെയിലി കൺസംഷൻ എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് അവർ ഏറ്റവും കൂടിയ ഒരു ബില്ല് എടുക്കുക. ഇപ്പം ഓഫ് ഗ്രിഡ് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കറുത്ത ദിവസത്തെ, അതായത് നമ്മുടെ ഒരു വർഷത്തിൽ ഏറ്റവും കറുത്ത ദിവസം നോക്കിയാണ് നമ്മൾ ഓഫ് ഗ്രിഡ് ഡിസൈൻ ചെയ്യുന്നത്. ഓൺ ഗ്രിഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും ഉപയോഗമുള്ള ദിവസം നോക്കിയാണ് ചെയ്യുന്നത്, അല്ലെ മാസം നോക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ആ ഒരു ഏറ്റവും ഉപയോഗം കൂടിയ മാസം നോക്കിയിട്ട് നമ്മളൊരു ഇതെടുക്കുക. എന്നിട്ട് ഒരു 3 കിലോവാട്ട് ഒരു 20% എക്സ്ട്രായും കൂടെ ഇട്ടിട്ട് കൊടുക്കുക. അവർക്ക് വെച്ച് കൊടുക്കുക. ഒരു 3 കിലോവാട്ട് വെച്ച് കൊടുക്കുക. എന്തെങ്കിലും സഹായം മറ്റുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചാലോ എന്തെങ്കിലും ആണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഓക്കെ കേട്ടോ? ചോദ്യം ചോദിച്ചോളൂ.
ഹലോ, ഞാൻ റോബിനാണ്. ഹലോ, കേക്കുന്നുണ്ട്. സർ, ഞാൻ വയനാട്ടില് മാനന്തവാടിയാണ് വിളിച്ചത്. ഓഫ് ഗ്രിഡ് ആയിട്ടുള്ള ഇപ്പം ഞാൻ മൈഡക്ക് എന്ന് പറഞ്ഞ ഡീലറാണ് വയനാട്ട്. അപ്പൊ ഞങ്ങൾക്കത് ഓഫ് ഗ്രിഡ് ഉണ്ട്. ക്ലിയർ ആയില്ല, ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വോയിസ് ചില സമയത്ത് എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ നെറ്റ് കുറവാണ് അവിടെ. അന്നേരം വെളിയിലേക്കോ അല്ലെങ്കിൽ ഒന്ന് മാറുവാണെങ്കിൽ ആ പൊസിഷൻ ഒന്ന് മാറി നോക്കുവാണെങ്കിൽ കുറച്ച് റേഞ്ച് കിട്ടും. അതല്ലെങ്കിൽ വേറൊരു ഫോണിന് വൈഫൈ എടുത്തിട്ട് അത് ഹോട്ട്സ്പോട്ട് ആക്കിയിട്ട് ഇത് വൈഫൈയിൽ റൺ ചെയ്യുവാണെങ്കിൽ ആ ഫോൺ വെളിയിൽ വെച്ചാലും മതി, നിങ്ങൾക്ക് നല്ലോണം നെറ്റ് കിട്ടും. ഓൾറെഡി ഞാൻ വൈഫൈ ഉപയോഗിക്കുന്നത്. ഫോണിന്റെ നെറ്റ് കേൾക്കാം, പറഞ്ഞോട്ടെ. ഇപ്പൊ എനിക്ക് ചെറിയ അപ്പൊ നമുക്ക് ഇതിന് പേപ്പർ വർക്കുകൾ, പേപ്പർ വർക്കുകൾ ഉണ്ടല്ലോ. ഹലോ, ആളുടെ റേഞ്ച് പോയി. അടുത്ത ആൾ ചോദിച്ചോളൂ. എനിക്ക് തോന്നുന്ന ആൾക്ക് KCB ഡോക്യുമെന്റേഷനെ കുറിച്ചാണ് അറിയേണ്ടത്. ഹലോ, KCBയുടെ ഒരു സെക്കൻഡ് ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ. KCB ഡോക്യുമെന്റ് ഓൺലൈൻ അവൈലബിൾ ആണ്. അതൊരു 30 pages ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് തന്നെ എന്തൊക്കെ റിക്വയർമെന്റ് ആണെന്നുള്ള കാര്യം ആ ആപ്ലിക്കേഷനിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് സ്പെഷ്യലായിട്ട് അപ്രൂവലോ അല്ലെങ്കിൽ കോൺട്രാക്ടർ ലൈസൻസോ അങ്ങനെ ഒന്നും ആവശ്യമില്ല ആപ്ലിക്കേഷൻ കൊടുക്കാനും ചെറിയ സിസ്റ്റംസ് ഇത് ചെയ്യാനായിട്ട്. 10 kilowatt മുകളിൽ മാത്രമേ നമ്മുടെ ഇൻസ്പെക്ടറേറ്റിന്റെ അപ്രൂവലും പിന്നെ ക്ലാസ് B കോൺട്രാക്ടറിന്റെ സർട്ടിഫിക്കേഷനും വേണ്ടിയുള്ളൂ. അതുവരെ ഉള്ളത് നമുക്ക് ചെയ്യാം. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. സാർ വേണമെങ്കിൽ സാറിന്റെ വീട്ടിലേക്ക് ഒരു ചെറിയ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുറെ 2 ദിവസം കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരാളുടെ ആവശ്യമില്ല സത്യത്തില്. ഹലോ, ഞാനത് കിട്ടുമെന്ന് മനസ്സിലായി. ഇതിന്റെ ക്ലാസ്സിന്റെ അവസാനം രാഹുൽ സാറിനും അതുപോലെ അരുൺ സാറിനൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി ഇതിന്റെ സർക്കുലർ ഞാനാണെങ്കിൽ ഈ സർക്കുലർ പുതിയ സർക്കുലറും പഴയ സർക്കുലറും ഞാനാണെങ്കിൽ ഗ്രൂപ്പിലിടാം. ഇതിന്റെ സർക്കുലറും പിന്നെ ഇൻസ്പെക്ടറേറ്റിന്റെ ഗൈഡ് ലൈനും കൂടെ ഞാൻ എടുത്തിട്ടേക്ക്. അപ്പൊ അതാകുമ്പോഴത്തേക്കും ആർക്കെ ഉപകാരപ്പെടുമല്ലോ. ഹലോ, ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഈ ക്ലാസ്സിന് വേണ്ടിയുള്ള ഗ്രൂപ്പിൽ കോൺടാക്ട് ലിസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഹലോ സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോട്ടെ സാർ, ഇതൊരു ചെമ്മീൻ കെട്ടിന്റെ അകത്ത് മീൻസ് ചീനവലക്കകത്ത് 2 ലൈറ്റിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സപ്ലൈ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം വെക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റഡി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ബെന്നി കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നില്ല, പറഞ്ഞു. ഞാനാണ് പറയേണ്ടത്. എന്റെ ഡൗട്ട് ക്ലിയർ ആയിരുന്നോ? പറഞ്ഞു ബെന്നി പറഞ്ഞു. ചെമ്മീൻ കെട്ടിൽ ലൈറ്റ് ഇടുന്നതല്ലേ? എത്ര വാട്ട്സ് ആണ് വേണ്ടത്? ടോട്ടൽ 40 വാട്ട്സ് ആണ് സാർ ലൈറ്റ്. 40 വാട്ട്സ്. എത്ര മണിക്കൂർ യൂസേജ് ഉണ്ട്?
11 മണിക്കൂർ. 11 മണിക്കൂർ. എത്ര ലൈറ്റ് വേണം? അല്ല, ആകെ 40 വാട്ട്സ് ഉള്ളൂ. അപ്പൊ ഒരു 440 വാട്ട്സ്. എനിക്ക് മറുപടി കൊടുക്കാവോ? അല്ല, അത് ലൈറ്റ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി വെച്ചിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ടല്ലോ. അത് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം അതിന്റെ ലൈറ്റിന്റെ ഡീറ്റെയിലേ. സിമ്പിൾ. അത് അതിനകത്ത് വലിയ ഡീറ്റെയിലോട്ട് ഇപ്പൊ പോകേണ്ട ആവശ്യമില്ലെന്നാണ്. നമുക്ക് ഗ്രൂപ്പിലിടാം. അത് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. ബെന്നി സാർ, അതൊരു ഓഫ് ഗ്രിഡ് പോലെയുള്ള പ്രൊഡക്റ്റ്, നേരെ പാനലിലേക്കുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, അങ്ങനെയല്ലേ? ഓഫ് ഗ്രിഡ് എന്നുള്ള രീതിയിലോട്ട് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. നേരെ നമുക്ക് ലൈറ്റ് ആയിട്ട് DC നമുക്ക് ഇൻബിൽറ്റ് ബാറ്ററി വെച്ചിട്ടുള്ള ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഈ പറഞ്ഞ ഓൺലൈൻ ബാക്കപ്പ് കിട്ടുകയും ചെയ്യും. ഞാൻ ബെന്നി സാറിനെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അടുത്ത ചോദിച്ചോളൂ. സാറ്, ഒരു കസ്റ്റമർക്ക് എത്ര രൂപ ആണ് അവരുടെ കൺസപ്ഷൻ വന്നതിനാലാണ് ഓഫ് ഗ്രിഡ് ലാഭം അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് ലാഭം? കുറഞ്ഞത് ഒരു 6000 രൂപ വരുന്ന ഒരു കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. 6000 രൂപ വരുമ്പോഴത്തേക്കിന് ഒരു 3 കിലോ വാട്ട് കൊണ്ട് അവർക്ക് കവർ ചെയ്ത് കഴിയും. കാരണം അവർക്ക് അപ്പോൾ ഒരു ഏകദേശം ഒരു 5 വർഷം കൊണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടും ആ മുടക്കിയ പൈസ. ഏറ്റവും കുറഞ്ഞ ഞാൻ പറയുന്നത് 1,80,000 പൊതുവെ മാർക്കറ്റിലുള്ള ഒരു വില വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ഈ പറയുന്ന 5 വർഷം കൊണ്ട് റിട്ടേൺ കിട്ടും. ഓൺ ഗ്രിഡ് കിട്ടും അല്ലേ? ഓൺ ഗ്രിഡ് കിട്ടും. ഓഫ് ഗ്രിഡ് ആണെങ്കിൽ ലിഥിയം വെച്ചിട്ടാണെങ്കിൽ ലോങ് റണ്ണിൽ നല്ലതാണ്. അല്ലാതെ ലെഡ് ആസിഡ് വെച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടത്തക്ക രീതിയിലില്ല. കാരണം വീട്ടിൽ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങൾ എടുക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എടുക്കണം. അത് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അവർക്ക് എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് വലിയൊരു ഇൻവെർട്ടർ സിസ്റ്റം വരും, അതിനനുസരിച്ച് ബാറ്ററി ബാങ്ക് വേണം. അപ്പൊ ലെഡ് ആസിഡ് ആകുമ്പോഴത്തേക്കിന് 5 വർഷം അല്ലെ 7 വർഷം കഴിയുമ്പോഴത്തേക്കിന് മാക്സിമം 7 വർഷം എല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് അത് പിന്നെയും കളവനാവും. അപ്പൊ പിന്നെ നമുക്ക് ലിഥിയം നോക്കുന്നതാണ് ഇപ്പം ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൽ ലിഥിയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അതിന്റെ സൈക്കിൾ കൂടുതലാണ്, ഇതിനെ അപേക്ഷിച്ച് ഇരട്ടിയുണ്ട് സൈക്കിൾ. അപ്പൊ അതിന്റെ ഇരട്ടി അനുസരിച്ച് അതിന്റെ ലൈഫും കിട്ടും. ലിഥിയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ പരമാവധി നോക്കുക. കാരണം പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് വരുന്നവരാണെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ലിഥിയത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. കാരണം അതാണ് ഇനിയും വരാൻ പോകുന്ന ഇനി അടുത്തൊരു സ്റ്റെപ്പ് അതാണ്. നമ്മുടെ ഗ്രൂപ്പില് ലിഥിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആരുടെയോ ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ ലിഥിയം ബാറ്ററി എടുക്കുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ BMS നോക്കണം. BMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി മോണിറ്ററിംഗ് സിസ്റ്റം നോക്കണം. അത് എത്ര പ്രോപ്പർ ആണെന്ന് നോക്കണം, എത്ര എഫിഷ്യൻസി ഉള്ളതെന്ന് നോക്കണം. പിന്നെ ബ്രാൻഡ് എത്രത്തോളം ഇതെന്നോ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിപ്പോ ലെഡ് ആസിഡ് എടുക്കുവാണെങ്കിൽ അത് പ്രൂവ് ആണ്, ഇത്ര വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഉള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ച് വേണം എടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ മാർക്കറ്റിലോട്ട് പോയി മറ്റേ ബാറ്ററി മേടിക്കുന്ന തൊട്ട് 150 H ഒരു ബാറ്ററി എടുത്തുകൊണ്ട് വരുന്ന മാതിരി സിമ്പിൾ അല്ല. അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ചെയ്യുക. ലിഥിയം ഇപ്പൊ പോവാൻ പറ്റിയൊരു സമയം എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് സാധനം ടെക്നോളജി നല്ലതാണ്, പുതിയ കമ്പനീസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യത്തിൽ നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി അനുസരിച്ച് ഫസ്റ്റ് ലിഥിയം ബാറ്ററിയുടെ ഇമ്പോർട്ട് നിർത്തും, സെക്കൻഡ് സ്റ്റേജിൽ ലിഥിയം സെല്ലിന്റെ ഇമ്പോർട്ട് നിർത്തും. നമ്മുടെ ഒത്തിരി കമ്പനികൾ കേരളത്തിലും ഇന്ത്യയിലും ഉള്ള കമ്പനികൾ ബാറ്ററി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞാനത് എടുത്തു പറയാൻ ഗ്രൂപ്പിനകത്തിൽ ആളുണ്ടെന്ന് പറഞ്ഞപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ബ്രാൻഡ് നോക്കണമെന്ന്. കാരണം ഇപ്പൊ LG, ടെസ്ല, ഞാൻ പറഞ്ഞില്ലേ LG, ടെസ്ല, സാംസങ്, പാനാസോണിക്, ഹുവാവെ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഓൾറെഡി ഒരു ഇതുണ്ട്. പക്ഷെ അത് വെക്കത്തക്ക രീതിയിലായിട്ടുള്ള ഒരു കേപ്പബിൾ ഉള്ള കസ്റ്റമർ വരണം. പാനസോണിക് ഇപ്പൊ ലിഥിയം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തരമുണ്ട്, ലിഥിയം അയണും ലിഥിയം ഫെറോഫോസ്ഫേറ്റും. ഫെറോഫോസ്ഫേറ്റ് ഓൾമോസ്റ്റ് വില കുറവാണ് അയൺ വെച്ച് നോക്കുമ്പോൾ. ലിഥിയം അയൺ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പക്ഷെ ലിഥിയം അയൺ ആയിരിക്കും കുറെ കൂടി ഒരു സ്റ്റേബിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരു ടെക്നോളജി. കാരണം ലിഥിയം അയൺ ഡീൽ ചെയ്യുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ LG, പാനസോണിക്, സാനിയോ അങ്ങനെയുള്ള. മ്യൂട്ടായി രാഹുലിന്റെ മ്യൂട്ടായി പോയി. ഹലോ, കേൾക്കട്ടോ? കേൾക്കാം.
ലിഥിയം ഫെറോഫോസ്ഫേറ്റ് അങ്ങനെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇറക്കുന്നില്ല. ഒക്കായോ ഉള്ളതാണ്, പക്ഷെ അതൊരു ഇത്തിരി എക്സ്പെൻസീവാ. പക്ഷെ ഇതെല്ലാം വരാൻ പോകുന്നത് ഈ ഒരു ബാറ്ററിയുടെ ഇമ്പോർട്ട് നിർത്തണനുസരിച്ച് നമുക്ക് ഇതിന്റെ അവൈലബിലിറ്റി ഇല്ലാണ്ടാവും. രണ്ടാമത്തെ ഇത് നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇൻവേർട്ടേഴ്സ് ഇല്ല. സോ ഇപ്പൊ ലിഥിയം അയണിനെ സപ്പോർട്ട് ചെയ്യണ അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഇൻവേർട്ടേഴ്സ് കുറവാണ്. അത് ഒന്നിലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇൻവേർട്ടേഴ്സിലേക്ക് പോകണം. അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എത്ര ഇന്ത്യൻ കമ്പനീസ് ലിഥിയം അയൺ ബാറ്ററിനെ, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണെങ്കിലും ലിഥിയം അയൺ ബാറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻവേർട്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഈ ലിഥിയം അയണിന്റെ അല്ലെങ്കിൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചാർജ് കഴിഞ്ഞാലും അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഇപ്പം 1.7 എത്തിയാലും എൻഡ് ഓഫ് സൈക്കിൾ 0.7 വോൾട്ട് ആണ് ഒരു സെല്ലിന്റെ എന്ന് പറയാം. 10.5 വോൾട്ട് ഒരു ബാറ്ററിയുടെ എത്തിയാലും ആ 10.5 വോൾട്ട് അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഔട്ട്പുട്ട് ഒരിക്കലും കട്ടാവില്ല. അതേസമയം ലിഥിയം ബാറ്ററി വരുമ്പം അതിന്റെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം BMS എന്ന് പറയുന്ന സാധനം ഒരു സെർട്ടൺ വോൾട്ടേജിന് താഴെ വരുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ഇല്ലാതാക്കിക്കളെ. ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇപ്പൊ 10.5 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും അതിന്റെ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മിക്ക ഇൻവേർട്ടേഴ്സും അതിന്റെ ഉള്ളിലെ കൺട്രോളർ, മൈക്രോ കൺട്രോളറോ അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റം വർക്ക് ചെയ്യണത് ബാറ്ററി വോൾട്ടേജിലാണ്. ഈ ബാറ്ററി വോൾട്ടേജ് കിട്ടാണ്ടാവുമ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിപ്പോകും ഇമ്മീഡിയറ്റ്. പിന്നെ തിരിച്ചത് ഓൺ ആവില്ല. അപ്പം ഓക്സിലറി പവർ സപ്ലൈ ഉള്ള സിസ്റ്റംസ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു ഇൻവെർട്ടർ ലിഥിയം അയൺ ബാറ്ററിയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു കാരണം. ഈ 0 വോൾട്ടില് അത് ഗ്രിഡ് ഉണ്ടെങ്കിൽ സിസ്റ്റം ഓൺ ആവില്ല. ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ആവുള്ളൂ. അപ്പൊ ബാറ്ററി തിരിച്ച് ഓൺ ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന് എക്സ്റ്റേണൽ പവർ കൊടുത്ത് ബാറ്ററിനെ ചാർജ് ചെയ്താൽ മാത്രമേ അത് ഓൺ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രം പ്രപ്പോസ് ചെയ്യണമായിരിക്കും നല്ലത്. നിലവിൽ ഈ ഒരു ഇത് ചിലപ്പം ഇപ്പൊ നമുക്ക് ഒരു 2-3 സപ്ലയേഴ്സിനെ കിട്ടിയെങ്കിലും ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ആ സപ്ലയേഴ്സിന് ബാറ്ററി ഇല്ലാതെ വരാം. അല്ലെങ്കിൽ ഒരു വർഷം കഴിയണതിന് മുമ്പ് തന്നെ ബാറ്ററി കിട്ടാണ്ട് വരാം. ഇപ്പം സെല്ല് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന കമ്പനികൾക്ക് ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ട് സെല്ല് കിട്ടാണ്ട് വരാം. അപ്പം നിലവില് നമ്മുടെ ISROയുടെ ടെക്നോളജി, ലിഥിയം ടെക്നോളജി 10 കമ്പനികൾക്ക് ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അമരാജ ഉണ്ട്, കാർബോറാണ്ടോ ഉണ്ട്, അങ്ങനെ ഒത്തിരി കമ്പനീസ് ഉണ്ട്. അപ്പം അവരുടെ ഇതും മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടില്ല. വന്ന് തുടങ്ങുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ അവൈലബിലിറ്റി ഉണ്ടാവുക. അതുവരെയും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. പാനസോണിക് അങ്ങനെയുള്ള കമ്പനീസിന്റെ ബാറ്ററി ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടും. പക്ഷെ അത് വളരെ എക്സ്പെൻസീവ്. ഏകദേശം ഒരു 2 തൊട്ട് 3 ഇരട്ടി വില വരും. പക്ഷെ ലൈഫ് ഉണ്ടാവും. നമ്മുടെ ലെഡ് ആസിഡിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. വെള്ളം ഒഴിക്കണ്ട, ഈ പറഞ്ഞ 10 വർഷത്തേക്ക് ആ ഏരിയയിലേക്ക് പോകണ്ട. നമുക്ക് വേണമെങ്കിൽ ബെഡിന്റെ അടിയിൽ വെക്കാം, ഈ ബാറ്ററി സ്റ്റാക്ക് ചെയ്യാം, നിരത്തി വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒത്തിരി 9-10 ലെയർ പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉണ്ട് പാനസോണിക് അങ്ങനെയുള്ള ബാറ്ററികൾക്ക്. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊരു എന്താ പറയാ, ഇപ്പൊ ലെഡ് ആസിഡിൽ വെള്ളം ഒഴിക്കണ്ട അല്ലെങ്കിൽ 10 വർഷത്തേക്ക് അതിനകത്തേക്ക് മെയിൻ്റെനൻസിന് വേണ്ടി പോകണ്ടെന്ന് പറയുന്നത് ചില ആൾക്കാർ കസ്റ്റമേഴ്സിന് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പം അതിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഓഫ് ഗ്രിഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ടല്ല എല്ലാവരും വെക്കുന്നത്. അതൊരു സൗകര്യമാണ്. സ്വന്തമായിട്ട് പവർ, കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് സിസ്റ്റം, നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവും എന്നുള്ള ഒരു സൗകര്യത്തിനാണ് ആ കാശ് കൊടുക്കുന്നത്. പ്രീമിയം നമ്മൾ അതിനു വേണ്ടി മുടക്കണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഹലോ ഹലോ, കേൾക്കാമല്ലോ അല്ലേ? സാർ ഇപ്പോ നിലവിലൊരു 3 കിലോ വാട്ടിന്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് നമ്മൾ നോർമലി 36 അപ്പോൾ അതിനിപ്പോൾ ലെഡ് ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ലിഥിയത്തിലേക്കും മാറ്റുകയാണെങ്കിൽ നമുക്ക് എത്ര കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും സാർ? പ്രപ്പോസലാണ് 3 കിലോ വാട്ടിന്റെ സിസ്റ്റത്തിൽ നമ്മൾ ലിഥിയം അയണാണ് പുതുതായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര
എത്ര ടൈംസ് കൂടുതൽ പ്രൈസ് വരും എന്ന് അറിയാനാണ്. സർ ക്ലിയർ ആയോ സർ? ഇല്ല, ക്ലിയർ ആയില്ല, കേൾക്കാൻ വയ്യായിരുന്നു. സർ 3 കിലോ വാട്ടിന്റെ ഒരു ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ, 3 കിലോ വാട്ട് ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ ലെഡ് ആസിഡിന് പകരം ലിഥിയത്തിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് എത്ര അധികം ചെലവ് വരും എന്നറിയാനാണ്. ഇപ്പൊ രാഹുൽ ഓൾറെഡി ഇപ്പൊ അതിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇപ്പം മാറുവാണെങ്കിൽ ആ പറഞ്ഞ കുറെ ടെക്നിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. 3 ടൈംസ് ബാറ്ററി കോസ്റ്റ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന പുതിയതായിട്ട് വെക്കുന്ന എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പുതിയത് വെക്കാനാണെങ്കിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ട് പല കമ്പനീസിന്റെ ഉണ്ട്. ഇപ്പൊ ഈ ലിഥിയം കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള കുറെ ഇൻവേർട്ടേഴ്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തിൽ കേരളത്തിൽ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്ത കമ്പനീസ് ഉണ്ട്. ഐക്കൺ ആയാലും ശരി, അവരായാലും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ തന്നെ ബാറ്ററീസ് ആണ്. പിന്നെ അല്ലാതെ കുറച്ച് കമ്പനീസ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ലിഥിയവും വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു ഇൻവെർട്ടറിനകത്ത് വെക്കുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഞാൻ പറഞ്ഞില്ല, BMS മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇച്ചിരി പഠിച്ചതിന് ശേഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. എടുത്തു പറഞ്ഞതാണ്, പഠിച്ചതിന് ശേഷം. ലിഥിയം 1-to-1 റീപ്ലേസ്മെന്റ് നടക്കില്ല ഓണസ്റ്റ്ലി. നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് ലെഡ് ആസിഡ് ഇരിക്കുന്ന സിസ്റ്റത്തിൽ ലിഥിയം നേരിട്ട് സ്വാപ്പ് ചെയ്ത് വർക്ക് ചെയ്യില്ല. അതൊരു കാര്യം. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷെ ബാറ്ററി ലോ ആയി കഴിഞ്ഞിട്ട് തിരിച്ച് റീകണക്ട് ആവില്ല, സിസ്റ്റം ഓൺ ആവില്ല. ഓക്കെ. പിന്നെ അതിന്റെ ചാർജിങ് സൈക്കിളും വ്യത്യാസമുണ്ട്. ലെഡ് ആസിഡിന്റെ പോലെയല്ല ലിഥിയത്തിന്റെ. ഏകദേശം 50 to 70% അല്ലെങ്കിൽ 80% വരെ ലിഥിയം കോൺസ്റ്റന്റ് വോൾട്ടേജ് കാണിക്കും. അതേസമയം ലെഡ് ആസിഡ് അതിന് ഒരു ലീനിയർ വോൾട്ടേജാണ്. ഇപ്പൊ 60% ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 12 വോൾട്ട് ആയിരിക്കും, 65% ആയി കഴിഞ്ഞാൽ 12.2 വോൾട്ട് ആയിരിക്കും. അങ്ങനെ ഇൻക്രിമെന്റ് ആയിട്ടായിരിക്കും ലെഡ് ആസിഡിന് കയറുന്നത്. പക്ഷെ ലിഥിയത്തിന് അത് ഫ്ലാറ്റ് ആണ്. ചിലപ്പോൾ 50%ഉം 13.2 ആയിരിക്കും, 80%ഉം 13.2 വോൾട്ട് ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ അത് ആ സിസ്റ്റത്തിന്റെ സിസ്റ്റം ലേണിംഗ് വഴിയാണ് അതിന്റെ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്, ബാറ്ററി മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പം ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. അത്ര സിമ്പിൾ അല്ല. അതിന്റെ BMS-നെ ബേസ് ചെയ്തിരിക്കും. ഓരോന്നിന്റെ BMS വേറെ, ഓരോ കമ്പനിക്കാരുടെ ഇത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. വ്യത്യാസം. അത് മാത്രമല്ല, കറക്റ്റ് പെർസെന്റേജ് കാണണമെങ്കിൽ BMS-ഉം ഇൻവെർട്ടറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് പെർസെന്റേജ് അറിയാൻ പറ്റൂ. ലെഡ് ആസിഡിൽ നമുക്ക് കറക്റ്റ് പെർസെന്റേജ് നമുക്ക് അല്ലാതെ വോൾട്ടേജ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. വേറെ എന്തായിരുന്നു? വേറെ ആർക്കെങ്കിലും സംശയമുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സാർ, ഈ പാനലിന്റെ പ്രൊഡക്റ്റ് വാറന്റി, പെർഫോമൻസ് വാറന്റിയുടെ ഒരു സംശയം. ഈ പെർഫോമൻസ് വാറന്റി 80% ഡിപ്രീസിയേഷൻ 25 years പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്തൊക്കെ ഉൾപ്പെടും? ഇപ്പോ ട്രാക്കിംഗ് ഇൻ കേസ് എന്തൊക്കെ ഉൾപ്പെടും എന്ന് അറിയാനായിരുന്നു. പ്രൊഡക്റ്റ് വാറന്റിയും പെർഫോമൻസ് വാറന്റിയും 10 വർഷത്തിനുള്ളിലാണ് വിഷ്വൽ ആയിട്ടുള്ള ഡിഫക്ട്സിനെ കവർ ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷമുള്ള ഡിഫക്ട്സ് ഔട്ട്പുട്ടിനെ എഫക്ട് ചെയ്താൽ മാത്രമേ അവർ കവർ ചെയ്യുള്ളൂ. അല്ല, സാധാരണ ഇപ്പോ എന്ത് ഇതാണെങ്കിലും ഔട്ട്പുട്ടിനെ എഫക്ട് ചെയ്യുമല്ലോ. പ്രൊഡക്റ്റിന് വരുന്ന എന്ത് പെർഫോമൻസിനെ നിർബന്ധമല്ല. ഇപ്പൊ ഫ്രെയിം ചീത്തയാവുകയാണെങ്കിൽ, ഇപ്പൊ 11ാമത്തെ വർഷം ഫ്രെയിം ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ പെർഫോമൻസിനെ എഫക്ട് ചെയ്യില്ല. സെല്ല് ഇപ്പൊ ഒരു സെല്ല് മാത്രമായിട്ട് പോയി, ഒരു സെല്ല് മാത്രമായിട്ട് പോയാൽ പെർഫോമൻസ് വാറന്റിയിൽ നമുക്ക് കവേർഡ് ആവും. കാരണം ആ ഒരു 12 സെല്ലോളം ഔട്ട്പുട്ട് ഇല്ലാണ്ടായിപ്പോ. 3-1 പ്രൊഡക്ഷൻ കുറഞ്ഞു, ഒരു സെല്ല് ഡിഫക്റ്റ് ആയ. അപ്പൊ പെർഫോമൻസ് വാറന്റിയിൽ അത് പെടും. ഓക്കെ സർ. പിന്നെ ഈ മോണോപ്പർക്കും ഹാഫ് കട്ട് പ്രൈസും പോളിയുടെ പ്രൈസും വെച്ച് നോക്കുമ്പോ അതില് ഹാഫ് കട്ടിന് ഇപ്പൊ വല്ലാണ്ട് പ്രൈസ് ഉണ്ടല്ലോ. അതില് കോസ്റ്റ് എഫക്റ്റീവ് ആണോ? കാര്യം ഔട്ട്പുട്ട് വലിയ വേരിയേഷൻ ഉണ്ടാവില്ലല്ലോ.
ഹാഫ് കട്ട് കൂടുതൽ വന്നത് ട്വിൻ പീക്ക് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയിലാണ് ഹാഫ് കട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ട്വിൻ പീക്കിന് വരാനുള്ള കാരണം ആ പാനൽ തന്നെ 2 പാനലിന് ഈക്വലന്റ്. ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലെ സെക്ഷൻ ഒരു പാനലും താഴത്തെ സെക്ഷൻ ഒരു പാനലും ആണ്. അങ്ങനെയാ സാധാരണ ഹാഫ് കട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തിനാന്ന് വെച്ചാൽ ഒരു അടിയിൽ ഷെയ്ഡിങ് ഉണ്ടെങ്കിൽ മുകളിലെ ഫുൾ സ്ട്രിങ്ങിനെ ആ ഷെയ്ഡിങ് എഫക്ട് ചെയ്യാതെ മുകളിലെ പാനൽ പാരൽ ആയതുകൊണ്ട് ആ സ്ട്രിങ്ങിന്റെ പവർ മുഴുവൻ മുകളിലെ സെക്ഷനിൽ കൂടി നമുക്ക് കിട്ടും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അല്ല, ഓൺ ഫീൽഡിൽ അത് സ്പേസ് കൺസ്ട്രെയിൻ അല്ലാണ്ട് അത് ടെക്നിക്കലി നമുക്ക് സ്പേസ് എഫിഷ്യൻസി അഡ്വാൻറ്റേജ് ഇല്ല ഹാഫ് കട്ടിന്. അതിനോട് ബന്ധപ്പെട്ട ഒരു സംശയം ഉണ്ടായിരുന്നു രാഹുൽ സാർ. രാഹുൽ സാർ, അത് ഇപ്പൊ നമ്മളൊരു 5 കിലോവാട്ട് ചെയ്യുന്നിടത്ത് ഒരു ചെറിയ ഏരിയയിലേക്ക് ഷെയ്ഡി വന്നാൽ പോലും പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യില്ലെന്നാണോ പറയുന്നത് ഈ ഹാഫ് കട്ട് വെക്കുകയാണെങ്കിൽ? പ്രൊഡക്ഷനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ല. അത് നമ്മുടെ ബോട്ടം പാർട്ട് അല്ലെങ്കിൽ ടോപ്പ് പാർട്ടിന് മാത്രം ഷെയ്ഡിങ് വരുവാണെങ്കിലാണ് ഈ വ്യത്യാസം അധികമായിട്ട് വരാത്തത്. അപ്പൊ 2 സൈഡിലേക്കും കൂടി ഷെയ്ഡിങ് ഇപ്പൊ വെർട്ടിക്കൽ ആയിട്ട് ഷെയ്ഡിങ് വരുവാണെങ്കിൽ എഫക്ട് ചെയ്യും. വേണമെങ്കിൽ ആ രീതിയിൽ പാനലിന് ലേ ഔട്ട് ചെയ്യാം. ഹലോ സാർ, കേൾക്കാമോ? സാർ, എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് റേറ്റിംഗ് ഉണ്ടല്ലോ സാറേ, ഈ പാനലിന്റെ വാട്ട് പീക്കും പിന്നെ നമ്മുടെ ഒരു കിലോ വാട്ടിന്റെ ഇൻവേർട്ടറിൽ പിന്നെ MPPT-യുടെ റേറ്റിംഗ് 40 ആംപിയർ അല്ലെ 20 ആംപിയർ, അതിനെ കുറിച്ചിട്ട് ഒരു കാൽക്കുലേഷൻ എന്തെങ്കിലും പറയാൻ പറ്റും സാർ? നമ്മുടെ പാനലിന്റെ റേറ്റിംഗ് ഡിവൈഡ് ബൈ ബാറ്ററി വോൾട്ടേജ് ആണ് നമ്മുടെ ചാർജിങ് കറണ്ട് വരെ അപ്രോക്സിമേറ്റ്ലി. അതിനകത്ത് ലോസസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ 1000 വാട്ട് ഇൻപുട്ട് കൊടുത്തു, നമ്മുടെ ബാറ്ററി വോൾട്ടേജ് 48 ആണ് എങ്കിൽ 1000 ഡിവൈഡ് ബൈ 48 ഏകദേശം 20 ആംപിയർ ആയിരിക്കും നിങ്ങളുടെ ചാർജിങ് കറണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് പവർ ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട്, അങ്ങനെയാണ്. അല്ലെങ്കിൽ P ഈക്വൽ ടു V ഇൻറ്റു I, അതാണ് അതിന്റെ ഫോർമുല. അതിനകത്ത് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കില്ല, കാരണം അതിനകത്ത് ലോസസ് ഉണ്ടാവും. കേബിൾ ലോസ് ഉണ്ടാവാം, ഇൻവെർട്ടർ കൺവേർഷൻ ലോസസ് ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇൻ ജനറൽ നമ്മളൊരു 40 ആംസിന്റെ MPPT ആവുമ്പോൾ നമ്മൾ എത്ര പാനൽ വരെ കൊടുക്കാൻ പറ്റും? അപ്പോൾ 40 ആംസ് ആണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി വോൾട്ടേജ് എത്രയാണ്? 150 into 40 അത്രയും വരും. അത്രയും വാട്ടേജ് കൊടുക്കും. എത്ര? 6. സാർ, അത് ഈ പാനൽ നമ്മൾ എർത്തിങ് ചെയ്യേണ്ടത് എന്താ പറയാ, സ്ട്രക്ചറിന് കൊടുത്താൽ മതിയോ അതോ ഓരോ പാനലിനും കൊടുക്കണോ? ഓരോ പാനലിനും കൊടുക്കണം. ഓരോ പാനലിന് അടുത്തുള്ള പാനലിലേക്ക് ലൂപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ പാനലിന്റെ ഫ്രെയിം ആനഡൈസ്ഡ് ആണ്. ഓക്കെ, ആനഡൈസിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ബെയർ അലൂമിനിയം നമ്മൾ പുറത്ത് വെച്ചാൽ അതിനകത്ത് അലൂമിനിയം ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. അങ്ങനെ അത് ദ്രവിച്ച് കുറെ നാൾ കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. നമ്മൾ ഈ പാനൽ 25 കൊല്ലം 30 കൊല്ലം അല്ലെങ്കിൽ 40 കൊല്ലം ലൈഫ് ഉള്ള ഒരു പാനല് ആയതുകൊണ്ട് 40 കൊല്ലം കൊണ്ട് ആനഡൈസ് ചെയ്യാത്തൊരു ഫ്രെയിം ചിലപ്പോൾ കൊറോഡ് ചെയ്ത് പോവാം. ഇത്തിരി ഉപ്പുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് കൊറോഡ് ചെയ്യും, അല്ലെങ്കിൽ പതുക്കെ കൊറോഡ് ചെയ്യും. അപ്പൊ ഇത് പൊടിയാം, അതിന്റെ ക്ഷയം സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ അലൂമിനിയത്തിന്റെ മുകളിൽ ആനഡൈസിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് വഴി ഒരു ലെയർ ചെയ്യുന്നുണ്ട്. ആനഡൈസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ, അതാണ് ആ ഫിനിഷ് അതിന് കൊടുക്കുന്നത്. ഇപ്പൊ ബെയർ അലൂമിനിയത്തിന്റെ ഫിനിഷ് അല്ല ഒരു പാനലിന്റെ ഫ്രെയിമിനുള്ളത്. അത് ആനഡൈസ് ചെയ്തുകൊണ്ടാണ് അത്ര നല്ലൊരു ഫിനിഷ് തന്നെ. അത് ആനഡൈസിങ് പല കളറിലുണ്ട്, സിൽവറിലുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അങ്ങനെ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ ആനഡൈസ്ഡ് കോട്ടിങ് കണ്ടക്ട് ചെയ്യില്ല. സാറ് ഒരു പാനൽ എടുത്തിട്ട്
അതിന്റെ ഏതെങ്കിലും രണ്ട് സർഫസ് ഫ്രെയിമിന്റെ പുറത്ത് നമ്മൾ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂറ്റി കാണിക്കില്ല. ഓക്കെ, അത് കണ്ടിന്യൂറ്റി കാണിക്കുന്ന സ്ഥലങ്ങൾ എന്താന്ന് വെച്ചാൽ അതിനകത്ത് എർത്തിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്ത പോയിന്റുകളുണ്ട്. അവിടെ ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി കാണിക്കും. പിന്നെ നമുക്ക് മൗണ്ടിങ്ങിന് വേണ്ടി ഹോൾസ് ഇട്ടിട്ടുണ്ട്, ആ ഹോളുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി കാണിക്കും. ഈ പോയിന്റുകളിൽ മാത്രം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പാനലുകളെ ആ എർത്തിങ് പോയിന്റിൽ നിന്ന് അടുത്ത പാനലിന്റെ എർത്തിങ് പോയിന്റിലേക്ക് നമ്മൾ വയറിട്ട് ലൂപ്പ് ചെയ്തിട്ട് രണ്ട് എൻഡിൽ നിന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ അറയുടെ രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ എർത്ത് ചെയ്യണം. അങ്ങനെയുള്ള എർത്തിങ് പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ്നിങ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ DC സൈഡിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഹലോ, ബെന്നി ചേട്ടൻ എനിക്ക് തോന്നുന്നു എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ബെന്നി ചേട്ടൻ ഇത്രയും കൂടി അതിനെ പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. എന്റെ ശ്രദ്ധ ഇടയ്ക്കൊന്ന് മാറിപ്പോയായിരുന്നു. ഇല്ല, നമ്മൾ സംസാരിച്ചിരുന്നത് എർത്തിങ്ങിനെ കുറിച്ചാണ്, പാനൽ എർത്തിങ്ങിനെ കുറിച്ച്. അത് പാനല് നമ്മളെ ഓരോ പാനലും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ എർത്ത് ചെയ്യുന്ന രീതി തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും അത് ഒരു 5-6 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അന്നേരത്തെ സമയത്ത്. രാവിലെ പറഞ്ഞത് ശരി തന്നെയാണ്, ഓരോ പാനലിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെക്കുന്ന അതുപോലെ ഇതിനിടയ്ക്ക് എങ്ങനെയുള്ള ആ ഒരു കണ്ടക്ടിവിറ്റി കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഒരു 5-10 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ പാനലും ഇൻഡിപെൻഡന്റ് ഓരോന്ന് എർത്ത് ചെയ്യുവാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടിരിക്കും. ഹലോ ഹലോ ഹലോ, കേക്കാം. ഹലോ, പറഞ്ഞോളൂ. ഇതൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പാനലില് നമ്മളിപ്പം ചില സ്ഥലങ്ങളിൽ ഈ പാനൽ രണ്ടും കസ്റ്റമേഴ്സ് ഇങ്ങനെ ചേർത്തിടാൻ വേണ്ടി പറയും. അതായത് ഈ നമ്മള് മിഡ് ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ പാനൽ സെറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് അത് അവർക്ക് റൂഫ് പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോർമലി അവർ ചേർത്ത്, അപ്പം അതിനു വേണ്ടി നമ്മൾ എക്സ്ട്രാ ഹോള് നമ്മൾ ആ പാനൽ ഫ്രെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വാറണ്ടിയെ ബാധിക്കും? ചെയ്യാൻ പാടില്ലെന്നാണ്. ഓക്കെ, അപ്പൊ അത് വാറണ്ടി ക്ലെയിം ക്ലെയിമിൽ വരുമ്പോഴത്തേക്ക് അത് നമ്മള് നമ്മൾ എന്താ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാല് നമ്മള് അനാവശ്യമായിട്ട് അവിടെ ഇവിടെ ഹോള് കിട്ടുമ്പോൾ അതിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്തിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവര് ഇട്ടോളൂ എന്ന് പറഞ്ഞ് അവര് ഒരു വാറണ്ടി ലെറ്റർ ഇറക്കാൻ പറ്റില്ല ഒരു കമ്പനിക്കും. നമ്മൾ ഏത് രീതിയിലാണ് ഇടണേന്ന് ഒരു കമ്പനിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സേഫ് ആയിട്ടായിരിക്കോ, നമ്മൾ സൈഡിലായിട്ടായിരിക്കോ, നമ്മൾ മുകളിലായിട്ടായിരിക്കോ ഫ്രെയിമിൽ ഹോൾ ഇടണേന്ന് ഒരു കമ്പനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇൻ ജനറൽ അവര് വേറെ മോഡിഫിക്കേഷൻ ചെയ്യരുതെന്നാണ് എല്ലാ വാറണ്ടി ലെറ്റേഴ്സിലും ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ അങ്ങനെ മോഡിഫൈ ചെയ്ത് ഹോൾ ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാറന്റീനെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സൈഡിൽ അതിനെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മിക്ക ഫ്രെയിമുകളും ട്യൂബുലർ ഫ്രെയിംസ് ആണ്. നമ്മള് ഒരു സി സെക്ഷൻ അല്ല, സിയുടെ ഉള്ളിൽ ഒരു ട്യൂബുലർ ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ്. നമ്മൾ ചിലപ്പോൾ ഹോൾ ഇടുമ്പോൾ ആ ട്യൂബിലേക്ക് വെള്ളം കയറാനും അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ലീഗലി നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വാറന്റീനെ അത് അഫക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ അതിനിപ്പോ വേറൊരു ഓപ്ഷൻ, ഇപ്പൊ ബൈഫേഷ്യൽ പാനൽസ് അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്താണ്? ഈ പാനൽസ് ചേർത്ത് ചില കസ്റ്റമേഴ്സിന് ഈ റൂഫ് ചെയ്യുന്നതിന് ഇപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. കാരണം അവർ റൂഫ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു കസ്റ്റമറിന് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയിരുന്ന ഒരു 1,00,000-1.5 lakhs rupees ആവും. അപ്പൊ ആ ഒരു അതിന് പകരം നമ്മൾ മുകളിൽ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ നമ്മൾ പാനൽ ചെയ്ത് കൊടുക്കാറുണ്ട്, ഒരു ഓപ്ഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ ഗമ്മ് ഒട്ടിക്കും. അപ്പം ഈ പാനലിനൊരു പ്രശ്നം വരാത്ത രീതിയിൽ നമ്മൾ ഈ ഗം ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്, ഈ വെള്ളം താഴെ ഇറങ്ങാതിരിക്കും. അപ്പൊ അതല്ലാതെ ഈ പാനൽ ചേർത്തിടാനായിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും വരുന്നുണ്ടോ ഇല്ലേ എന്നാണ്. പാനൽ ബോൾട്ടിങ് അടിയുന്നേ നടക്കുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗം ഇട്ടാലും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിം നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിമിങ് നമുക്ക് ഒട്ടും അനങ്ങാത്ത തരത്തിലുള്ള ഫ്രെയിമിങ് നമുക്ക് പ്രാക്ടിക്കൽ അല്ല.
നമ്മള് ഒരു അത്രയും ഹെവി ആയിട്ട് ആരും ചെയ്യാറില്ല സ്ട്രക്ചർ. അത്രയും ചെയ്യുവാണെങ്കിൽ ലീക്കിങ് ഒരു പരിധി വരെ കുറയും. കാരണം നമ്മൾ സാധാരണ നമ്മൾ ഗമ്മിട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കൂടി ചവിട്ടി നടക്കുമ്പോൾ, ഫ്രെയിമിൽ ചവിട്ടി നടക്കുമ്പോൾ ഈ ഗമ്മ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കാണ് ബെനിച്ചേട്ടനത് കുറെ കൂടി അതിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ബെനിച്ചേട്ടൻ. കാരണം ഇൻസ്റ്റലേഷൻ കൂടുതൽ ചെയ്യാറ് ബെനിച്ചേട്ടനാണ്. ഇത് നല്ല സ്ട്രെങ്ത് ഉള്ളതായിരിക്കണം ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മള് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വലിയ പ്രോജക്റ്റ് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു 100 കിലോവാട്ട് ഒക്കെ തന്നെ നമ്മൾ ഗവൺമെന്റ് തന്നെ ലീക്ക് പ്രൂഫായിട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 4 വർഷമൊക്കെ ആയിട്ട് നമുക്ക് ലീക്ക് ഇല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട് അത്. പക്ഷെ അതുപോലെ ഹെവി ആയിട്ട് സ്ട്രെച്ച് ചെയ്തു. പിന്നെ ഇതിനകത്തൊരു വാറന്റിയുടെ ഇടയ്ക്കുന്ന ഒരു പാനൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഇത് പ്രത്യേകിച്ച് സിലിക്കൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാനൽ പൊട്ടിച്ചെടുക്കലൊന്നും പ്രായോഗികമല്ല. അപ്പൊ ആ ഒരു റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. കസ്റ്റമർക്കിടെ കൊണ്ട് ഒരു ഉറപ്പ് അങ്ങനെ വാങ്ങിക്കണം. കാരണം ഇത് വാറന്റിയുടെ, കാരണം ഒരു പാനൽ ഇടയ്ക്ക് പൊക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികം അല്ലാത്തതുകൊണ്ട് അത് റിസ്ക് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു 25 കിലോവാട്ടിന്റെ ഒരു വർക്ക് ഒരു വീടിന്റെ മുകളിൽ റൂഫായിട്ട് തന്നെ ചെയ്തു കൊടുത്തു. അത് 100% ലീക്ക് പ്രൂഫ് തന്നെയാണ്. 72ഓളം പാനലുകൾ നമ്മളത് വെച്ച് ഒരു തുള്ളി പോലും വെള്ളം ലീക്ക് ആവുന്നില്ല. പക്ഷെ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു ഇത് ഏതെങ്കിലും പാനൽ പോയി കഴിഞ്ഞാൽ വാറന്റി കിട്ടത്തില്ല, അപ്പം അതിന്റെ റിസ്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് ഇതിന്റെ മോഡല് മറ്റേ ഷീറ്റ് റൂഫ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത് അനുവദിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനൊരു കാരണം വന്നത്. അപ്പൊ പുള്ളിക്ക് അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തു. അപ്പൊ അതിൻ്റെതായ പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക്സ്. സാർ ഇപ്പം ഈ ഹീറ്റഡ് റൂഫിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് നമുക്ക് പാനൽ വെക്കാനായിട്ട്? ഷീറ്റഡ് റൂഫില് നമുക്ക് സി ചാനൽ ഉണ്ട്, WD റെയിൽ ഉണ്ട്. അങ്ങനത്തെ റെയിൽസ് ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ മൈക്രോ റെയിൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പേഴ്സണലി ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാറില്ല. മൈക്രോ റെയില് ചെറിയ സെക്ഷൻസ്, അലൂമിനിയത്തിന്റെ സെക്ഷൻസ് വെച്ചിട്ട് ഷീറ്റിലേക്ക് റിവെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മളത് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ മൈക്രോ റെയില് ഒന്ന് കണ്ടിന്യൂസ് അല്ല, ചെറിയ പീസുകളാണ്, ഇൻസുലേഷൻ കോസ്റ്റ് കൂടുതലല്ല. 2 ലീക്കേജിന് ചാൻസ് കൂടുതലല്ല. നമ്മൾ ബോണ്ട് ചെയ്യണത് ഷീറ്റിലേക്കാണ്, നമ്മുടെ പിടുത്തം പർലിങ്ങിലേക്ക് പോകണില്ല. 3 ഇതിന് ബലം കുറവായിരിക്കും ഷീറ്റിലായതുകൊണ്ട്. അതേസമയം ഒരു സി ചാനൽ വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബോൾട്ട് ചെയ്യണത് നമ്മുടെ പർലിങ്ങിലേക്കാണ്, ഷീറ്റിന്റെ അടിയിലുള്ള പർലിങ്ങിലേക്കാണ്. അപ്പൊ അത് കീറി പോവാൻ ചാൻസ് കുറവാണ്. ഷീറ്റ് പർലിങ്ങിലാണ് ബലം വന്നുകൊണ്ട് ഷീറ്റ് കീറി പോവാതിരിക്കാൻ സാധ്യത കൂടുതൽ ബലം കിട്ടും. ഒറ്റ പീസ് റെയിലാവുമ്പോൾ നമുക്ക് കൂടുതൽ ബലം കിട്ടും, പിടിപ്പിച്ചു പോകാനും എളുപ്പമാണ്. അതാണ് സാധാരണ ചെയ്യുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയാം. നമ്മളിപ്പോ ഈ ഷീറ്റ് വെക്കുമ്പോ, ഈ ഷീറ്റിന്റെ മുകളിൽ പാനൽ വെക്കുമ്പോ ഒരു ഗ്യാപ്പ്, അതായത് ഇപ്പൊ ഡയറക്റ്റ് ഒരു സി ചാനൽ വെച്ച് വെക്കുന്നതാണോ അതോ അതിനൊരു ഒരടി ഹൈറ്റിൽ പൊക്കി സ്ട്രക്ചർ ചെയ്ത് പാനൽ വെക്കുന്നതോ ഏതാണ് കുറച്ചുകൂടി എഫിഷ്യൻസി കൂടുക? ഗ്യാപ്പ് കൂടുതൽ ഉള്ളതായി എപ്പോഴും നല്ലത്. കാരണം നമ്മള് എയർ ഗ്യാപ്പ് കൂടുമ്പോൾ നമ്മുടെ ചൂട് കുറവായിരിക്കും പാനലിലുള്ള. അപ്പൊ ഗ്യാപ്പ് കൂടുന്നതാണ് നല്ലത്. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ഇത്രയും കൂടി നല്ലത് എയർ ഗ്യാപ്പ് ഉള്ളതാണ്. പക്ഷെ എല്ലായിടത്തും നമുക്ക് അങ്ങനെ ചെയ്തു വരുമ്പോൾ ഒത്തിരി കോസ്റ്റ് ആവുന്നതുകൊണ്ട് നമ്മള് റെയിലിട്ട് അങ്ങ് പെട്ടെന്ന് ചെയ്തു പോകലാണ് സാധാരണ ചെയ്യാറ്. സാർ ഇപ്പോ ഒരു സ്ഥലത്ത് റൂഫ് ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നമുക്കിപ്പോ റൂഫിംഗ് ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മണ്ടയിൽ ചെയ്യുന്നതാണോ നല്ലത്, അതോ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തെടുക്കുന്നതാണോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്? എഫക്റ്റീവ് ആയിട്ടുള്ള ഷീറ്റ് ഇട്ട് അതിന്റെ മുകളിൽ തന്നെ ചെയ്യുന്നതാണ്. മറ്റേത് എത്രയാണെങ്കിലും നമുക്ക് ആ ഒരു ഷീറ്റിന്റെ സേവിങ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ നമുക്ക് സ്ട്രക്ചറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടും, ലേബർ കണ്ടുപോകാനും വരും. ഇതിന്റെ സിലിക്കോണിന്റെ കോസ്റ്റ് ഇതെല്ലാം കണക്കൂട്ടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ റൂഫ് ചെയ്യുന്നത് തന്നെയാണ്, അല്ല അതിന്റെ മുകളിൽ ഷീറ്റ് ഇട്ട് അതിന്റെ മുകളിൽ പാനൽ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില സൗകര്യത്തിന് വേണ്ടിയിട്ടോ, അല്ലിപ്പോ ഒരു ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത 3 സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. അതിന്റെ മുകളിൽ വീണ്ടും ഒരു റൂഫിങ് കോർപ്പറേഷന് പെർമിഷൻ കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചില സാഹചര്യത്തിലൊക്കെ ചെയ്യാനല്ലാണ്ട്
നമുക്ക് ഇതൊരു ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഷീറ്റ് റൂഫ് ചെയ്തിട്ട് ചെയ്യുന്നതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാല് നമുക്ക് കഴുകാനായിട്ട് നമുക്ക് ഷീറ്റിന്റെ മുകളിൽ കയറാൻ പറ്റും. അതേസമയം പാനൽ മാത്രം ഇടുകയാണെങ്കിൽ നമുക്ക് പാനലിന്റെ മുകളിൽ ചവിട്ടി പോകേണ്ടി വരും. അപ്പൊ അത് ചിലപ്പോൾ മൈക്രോ ക്രാക്സ് ഉണ്ടാക്കാം, പാനലിന്റെ വാറന്റീനെ എഫക്ട് ചെയ്യാം, പാനലിൽ ചീത്താവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഷീറ്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു വാക്വേ ഇടാം. വാക്വേ ഇട്ടിട്ട് നമുക്ക് മെയിൻ്റെനൻസ്, കഴുകല് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സൗകര്യമായിരിക്കും ഷീറ്റിൽ. അതും ഷീറ്റ് ഇത്തിരി കട്ടിയുള്ള ഷീറ്റ് ഇടുവാണെങ്കിൽ വാക്വേ നമുക്ക് എക്സ്ട്രാ സ്ട്രക്ചർ ചെയ്യാണ്ട് തന്നെ ഷീറ്റിൽ മുകളിൽ നമുക്ക് ചവിട്ടി നടന്ന് ചെയ്യാവുന്ന രീതിയിലും ആക്കാം. ലീക്കും ഉണ്ടാവില്ല. നമുക്ക് വീട്ടിൽ പോയി സമാധാനമായിട്ടിരിക്കാം. ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കില്ല. ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. അതായത് നമുക്കിപ്പോ ഷീറ്റ് ഇടാത്ത റൂഫ് ആണെങ്കിൽ നമ്മളിപ്പം അതിന് മുമ്പ് ഷീറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ട്രക്ചർ പ്ലാൻ ചെയ്യണോ, അതോ ഷീറ്റിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പണി നോക്കിയാൽ മതിയോ? അത് പണി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ നമുക്കത് ഒരിക്കലും ഒരു എന്റെ ഒരു എക്സ്പീരിയൻസിലേ ഷീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് മൊത്തം ഇതിന്റെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിപ്പോകും. അതുപോലെ ഡിസൈൻ ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ ആ ഷീറ്റ് ഇടുന്നതിന്റെ കൂട്ടത്തിൽ ആ സെയിം സ്ട്രക്ചർ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ആ പർലിങ്ങിനകത്ത് തന്നെ വെച്ച് കാലിറക്കിക്കൊണ്ട് ചെയ്യണം. മാക്സിമം ഈ ഷീറ്റ് കട്ട് ചെയ്യാതെ നോക്കുന്നത് തന്നെ നല്ലത്. എങ്ങനെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യാതെ മാക്സിമം നട്ടുബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയാണ് ചെറിയൊക്കെ നമുക്ക് സിലിക്കോണിലോ അല്ലെങ്കിൽ MCയിലൊക്കെ നിൽക്കും. മറ്റേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഷീറ്റ് തുളച്ചു കഴിഞ്ഞാല് പിന്നെ എന്തൊക്കെയാണെങ്കിലും ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പ്രശ്നമാണ്. ഹലോ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം ഇതിൽ പറഞ്ഞ 2-3 പേര് ഇപ്പൊ തുടക്കക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഇപ്പം ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെടുത്ത എന്താ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഇതിന്റെ ഒരു വീഡിയോ, അതായത് കണക്ഷൻ, അതായത് പാനലിൽ നിന്ന് ഡയറക്റ്റ് DC വരുന്നു, DC ഇൻവെർട്ടർ വരുന്ന, അപ്പോൾ ആ കണക്ഷൻ ഒന്ന് ഉണ്ടെങ്കിൽ അതൊന്ന് റെക്കോർഡിങ് ചെയ്ത് 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള വീഡിയോ ഉണ്ടെങ്കിൽ അയക്കാമെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഈ കണക്ഷൻ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഒരു നരേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അത് ഇത് ഇവിടെ ഇങ്ങനെ കണക്ഷൻ വരുന്നത് ഒരു സിംഗിൾ ഫേസിന്റെയും 3 ഫേസിന്റെയും, അത് ആർക്കെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഇടാം. ഓക്കെ, താങ്ക്സ്. അതുപോലെ തന്നെ ഈ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ ഈ റൂഫില് പാനൽ ഇൻസ്റ്റലേഷനെ പറ്റിയുള്ള ഒരു ഡൗട്ടായിരുന്നു. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന റൂഫ് എന്ന് പറയുന്നത് ഡ്രസ് ചെയ്തിട്ട് അതിന് മുകളിൽ ഓടാണ്, നമ്മുടെ ടൈൽസ്, പഴയ ഓട് ഉണ്ടല്ലോ, ഓട് വെച്ചൊരു റൂഫാണുള്ളത്. അതിന്റെ മുകളിൽ നമുക്കൊരു 2 കിലോവാട്ടിന്റെ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്താണ് അതിനൊരു ഓപ്ഷൻ, ഒരു പ്രൊവിഷൻ ഉള്ളത്? ഇപ്പൊ ഇന്ന് മാർക്കറ്റിനകത്തിൽ ആക്ച്വലി ഈ പറയുന്ന ഓടിന് വേണ്ടിയുള്ള ഈ പറയുന്ന ഒരു ചാനൽ അവൈലബിൾ ആണ് ഇന്ന്. അതായത് അത് കയറി ഇപ്പം ഓട് കോൺക്രീറ്റ്, ഇത് എങ്ങനെയാണോ, അത് തടിയാണോ അതോ മറ്റേ ഇരുമ്പ് പട്ടയാണോ അതോ എങ്ങനെയാണോ? കോൺക്രീറ്റ് ആണോ? ഇരുമ്പ് പട്ടയാണ്. ഇരുമ്പ് പട്ടയാണോ? ഓക്കെ. അപ്പൊ ഇരുമ്പ് പട്ടയാകുമ്പോഴത്തേക്കിന് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, കാരണം അത് സെൽഫിനകത്തിൽ നിൽക്കില്ല. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലായെങ്കിലും പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിനകത്തിൽ C ചാനൽ വെക്കുന്ന ഒരു സൈസ് പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ ചെയ്തതാണ്. അത് ഒരു C ചാനൽ അതിന്റെ മുകളിലായിട്ട് റെയിൽ വെക്കത്തക്ക രീതിയിൽ, അതായത് ഈ ഓടിന്റെ ഇടയ്ക്കോട്ട് ഇത് കയറി ആ പട്ടയിൽ വെൽഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു മാതിരി ഒരു ജംഗ്ഷൻ വരും, ഒരു ക്ലാമ്പ് വരും. അതിന്റെ മുകളിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന റെയില് പിടിപ്പിക്കുന്നത്. റെയിൽ അതിനകത്തിൽ വെച്ച് നട്ട് ബോൾട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. എന്നിട്ട് ഇതിന്റെ മണ്ടയ്ക്ക്, അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടിനോട് ഒരുവിധം പറ്റിയായിരിക്കും ഇരിക്കുന്നത്. അതായത് ഒരു കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു 2-3 ഇഞ്ച് ഒരു ഗ്യാപ്പ് വരും.
പിന്നെ ബാക്കി പറ്റിയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വേറുള്ള ഒരു ലീക്കേജോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇച്ചിരി ഹെവി ആയിട്ട് നിങ്ങൾക്ക് ലീക്കേജ് ഇല്ലാതെ ഓടിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓടിന് പകരം കിട്ടുന്ന ഒരു പണ്ട് കാലത്ത് ഓടിന്റെ, അതായത് നോർമൽ ഓടാണോ, കൊച്ചോടാണോ, വലിയ ഓടാണോ? വലിയ ഓട്, പഴയ സാധാരണ ടൈപ്പ് ഓട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോഹക്കുഴലിന്റെ മാതിരി ഒരു ഇത് കിട്ടുമായിരുന്നു നമുക്ക് പണ്ട്. അതായത് ഈ പറയുന്ന എയർ കയറാൻ വേണ്ടി ഒരു സാധനം പണ്ട് കാലത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അതിപ്പോഴും കിട്ടുന്നുണ്ട് നമ്മുടെ ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഓട് അങ്ങ് എടുക്കും, ഈ പർലിങ് വരുന്നിടത്ത് ഓട് എടുത്തിട്ട് ഇതവിടെ വെക്കും. എന്നിട്ട് ഇതിനകത്തിന്ന് നമ്മളൊരു കാൻഡിലിയർ സപ്പോർട്ട് കൊടുത്തിട്ടാണ് പൊക്കി ചെയ്യേണ്ടവർക്ക്, അതായത് ഇച്ചിരി ഉയരത്തിൽ നിൽക്കണം എന്നുള്ള അങ്ങനെയുള്ള കേസുകളിൽ വരുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായി? ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. താങ്ക് യു. മനസ്സിലായി? മനസ്സിലായി. അതിന്റെ എന്തെങ്കിലും ചെയ്ത ഒരു സ്ട്രക്ചറിന്റെ ഇപ്പൊ പറഞ്ഞ മോഡൽ ഒന്ന് ഫോട്ടോ നമ്മുടെ ഇവിടെ ചെയ്തേക്കുന്നതാണ്, ഞങ്ങൾ ചെയ്തേക്കുന്നതാണ്. ബിൻസാറിനൊക്കെ ആകുമ്പോഴത്തേക്കിനും വേറെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പൊ അദ്ദേഹം പറയും. രാഹുലിന്റെ ഒക്കെ എടുക്കലാണെങ്കിൽ സ്ട്രക്ചേഴ്സ് എന്തെങ്കിലും സ്ട്രക്ചറിന്റെ മോഡൽ എന്തെങ്കിലും ഒരു ഫോട്ടോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പിലിടാം. Hello. I want to ask one question. What are facilities for PV panel monitoring? The first one is individual PV panel monitoring, to panel efficiency monitoring, panel auto isolation in case of fault with the indication of fault alarm. Currently, we have many products like Enphase inverters. It's a micro inverter, and then you can opt for a optimizer. Optimizer is a solar edge inverter, so it comes with an optimizer. So a smaller system comes with the optimizer for the individual modules, and the larger system comes with the optimizer, which you can connect to 2 modules at a time. Okay, so these optimizer can isolate individual modules production in case of any problems, which like you said, arc fault or anything like that. And micro inverters also can do the same thing. But otherwise, the grid string inverters like ABB or whatever brands you say, which doesn't come with an optimizer, will not be isolating any panels which is having an arc fault or any kind of problems. So in terms of string inverters, you cannot have individual modules performance monitored, but you can have the strings performance monitored in a string inverter. Solar optimizer and micro inverter does give you an option to monitor the performance of individual solar modules, but it comes with a cost. It's slightly expensive compared to string inverters, and that's the thing, because what is relevant for you is the key. Whether you are thinking about the production, or you want to monitor it individually, or you want to save the cost. Okay, in my opinion, it's like growing a plant in a glass pot and in a normal pot. Okay, so if you want to see the root growing, then you can go for an optimized a solar inverter, solar edge inverters, or a solar edge, something which has an optimizer. Okay, so and if you are bothered only about the fruit and the plant's growth, then I think a normal inverter will be sufficient for you. Ultimately, by monitoring individual strings, individual modules performance, yeah, is not going to help you with performance. So what about the panel? That means the fault indication alarm. Is it possible? Yeah, fault indication is possible in optimizer and micro inverters. Okay. Thank you very much, sir. You're welcome.
സാർ ഈ സോളാർ ഒപ്റ്റിമൈസേഴ്സ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ട്രൂലി സൗത്ത് ഫേസിങ് ആവാത്തപ്പോഴാണോ? എങ്ങനെയാണ് അതിന്റെ? സാറ് ഉപയോഗിക്കുന്ന മോഡ്യൂൾസ് പല പല മേക്കിന്റെ ആണ്, പല കപ്പാസിറ്റിയുടെ ആണെങ്കിൽ സോളാർ ഒപ്റ്റിമൈസർ സാറിന് നല്ലതായിരിക്കും. ഇപ്പൊ സാറ് കുറച്ച് 250യുടെ പാനലുണ്ട്, കുറച്ച് 150യുടെ പാനലുണ്ട്, കുറച്ച് 300ന്റെ പാനലുണ്ട്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സാറിന് സോളാർ ഒപ്റ്റിമൈസർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു സൈസബിൾ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം എല്ലാ പാനൽസിനെയും സാർ ഒരേ രീതിയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. ഓക്കെ. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒപ്റ്റിമൈസർ നമ്മുടെ കൺവേർഷൻ ലോസസ് കൂടുക. ഒന്ന് ഒപ്റ്റിമൈസറിലുള്ള കൺവേർഷൻ ലോസസ്, രണ്ട് ഇൻവേർട്ടറിലുള്ള കൺവേർഷൻ ലോസസ്. അതേസമയം ഒരു ഇൻവേർട്ടർ സാധാരണ ഒരു സ്ട്രിങ് ഇൻവേർട്ടറിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ സ്ട്രേറ്റ് അവേ നമ്മൾ DC-നെ നേരെ AC ആക്കും, ഒറ്റ കൺവേർഷൻ ലോസേ വന്നുള്ളൂ. ഓക്കെ. നമ്മൾ ഇപ്പൊ സോളാർ എഡ്ജിന്റെ ഒപ്റ്റിമൈസറിന്റെ എഫിഷ്യൻസി നോക്കുവാണെങ്കിൽ അവര് ഓവറോൾ എഫിഷ്യൻസി മെൻഷൻ ചെയ്തിട്ടില്ല ഇവിടെ. കാരണം ഈ കാര്യങ്ങളൊക്കെ അറിയാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റ്, നമ്മുടെ ചെടി ഗ്ലാസിന്റെ ബോട്ടിൽ വെക്കണോ മണ്ണിന്റെ ചട്ടിയിൽ വെക്കണോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ വളർച്ചയാണ് നമ്മൾ നോക്കണമെങ്കിൽ മണ്ണിന്റെ ബോട്ടിൽ വെക്കണതും ഗ്ലാസിന്റെ ബോട്ടിൽ വെക്കണതും ഒരേ രീതിയിലായിരിക്കും വളരുന്നത്. നമുക്ക് വേരിന്റെ വളർച്ച കാണണമെങ്കിൽ നമുക്ക് ഗ്ലാസിന്റെ ബോട്ടിൽ വെക്കാം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസറുള്ള സിസ്റ്റം വെക്കാം. നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഫലമാണെങ്കിൽ സാധാരണ ചട്ടിയിൽ വെച്ച് നമുക്ക് ഫലം കിട്ടും. സെയിം ഫലം തന്നെ നമുക്ക് സാധാരണ ചട്ടിയിൽ വെച്ചാലും കിട്ടും. ഓക്കെ. ട്രൂലി സൗത്ത് ഫേസിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസർ വെക്കേണ്ട കാര്യമില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ? ഇല്ല, വ്യത്യാസം കുറവായിരിക്കും. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു സ്ട്രിങ് ഇൻവെർട്ടറിലായിരിക്കും പെർഫോമൻസ് കൂടുതൽ. സർ ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. അതായത് ട്രൂലി അതായത് നമ്മൾ 3 കിലോവാട്ടിന്റെ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം വെച്ചു. ഇപ്പൊ നമുക്കൊരു പെട്ടെന്നൊരു നമ്മുടെ ലോഡ് ശരിക്കും ഒരു 3.5 കിലോവാട്ടായി, എന്തെങ്കിലും ഒരു AC-യോ എന്തെങ്കിലും ഇട്ടപ്പോൾ 3.5 കിലോവാട്ടായി. അപ്പം എങ്ങനെയായിരിക്കും ആ ഇൻവെർട്ടർ വർക്ക് ചെയ്യുക? ആ 3 കിലോവാട്ട് നമ്മുടെ സോളാറിൽ നിന്ന് എടുക്കുകയും ബാക്കി വന്ന 0.5 നമുക്ക് KCB എടുത്ത് അങ്ങനെയാണോ വർക്ക് ചെയ്യുക, അതോ ഇൻവെർട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഗ്രിഡിലോട്ട് മാറും? ഇല്ല, നമ്മൾ ഷെയറിംഗ് ആയിരിക്കും. ഇത് നമ്മളെ ഈ ഗ്രിഡ് ഇൻവെർട്ടറിനെ നമ്മുടെ വീട്ടിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളം വാട്ടർ അതോറിറ്റി നിങ്ങൾ പമ്പ് ചെയ്ത് വിട്ടോ, നിങ്ങളുടെ വെള്ളത്തിന് ഇത്ര ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് പൈപ്പിലേക്ക് തിരിച്ച് പമ്പ് ചെയ്ത് വിടാം എന്നുള്ള ഒരു ഓപ്ഷൻ തരുന്ന പോലെയാണ് ഗ്രിഡ് ഇൻവെർട്ടർ. ഓക്കെ. അപ്പോ ആ വെള്ളം സാറിന്റെ പൈപ്പിലേക്ക് തിരിച്ച് പമ്പ് ചെയ്യാനായിട്ട് സാർ ഒരു മോട്ടോർ വെക്കുന്നുണ്ട്. ഓക്കെ. ആ മോട്ടറാണ് ഇൻവെർട്ടർ. ആ മോട്ടർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പിലുള്ള പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറിൽ വെള്ളം അങ്ങോട്ട് പമ്പ് ചെയ്യുമ്പോഴാണ് പൈപ്പിലേക്ക് തിരിച്ച് വെള്ളം കയറുന്നുള്ളൂ. ഓക്കെ. ആ പണിയാണ് ഗ്രിഡ് ഇൻവെർട്ടർ ചെയ്യുന്നത്. അപ്പം ഈ ഗ്രിഡ് ഇൻവെർട്ടർ സാറിന്റെ ഗ്രിഡ് വോൾട്ടേജിനേക്കാളും ഇത്തിരിയും കൂടി വോൾട്ടേജ് കൂട്ടിയിട്ട് ഗ്രിഡിലേക്ക് എനർജീനെ പമ്പ് ചെയ്യണം. ആ പമ്പ് ചെയ്യണ എനർജി അതിന് ഏറ്റവും എളുപ്പത്തിൽ പോകാനുള്ള വഴി കൂടി അത് പോകും. ഓക്കെ. അതിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ വീട്ടിലെ ലോഡിലേക്കാണ് അതിന് ഏറ്റവും എളുപ്പത്തിൽ പോകാനുള്ള മാർഗം. ഓക്കെ. അപ്പം പ്രൊഡ്യൂസ് ചെയ്യണ എനർജി ആദ്യം സാറിന്റെ കൺസംഷൻ കഴിഞ്ഞിട്ടേ അയൽവക്കത്തുള്ള വീട്ടിലെ ഒരു ലോഡിലേക്ക് പോവുള്ളൂ. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒത്തിരിയും കൂടി പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഒത്തിരി പേര് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ഞങ്ങളെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ബെന്നിച്ചേട്ടനാണെങ്കിലും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അരുണാണെങ്കിലും ഒത്തിരി എല്ലാരെയും സഹായിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. നമ്മുടെ ട്രെയിനർ ആളും എല്ലാരെയും കൂട്ടി നിർത്തി ഒരു നല്ല രീതിയിൽ എല്ലാം ചെയ്യണം എന്ന്, എല്ലാരെയും പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തില് ചെയ്ത് നല്ല ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയത് ഇനിയും ഇതേപോലെ ഉള്ള ഒരു അവസരം എല്ലാവർക്കും കിട്ടാൻ ഇടവരുത്തട്ടെ വിചാരിക്കുന്നു. വിളിച്ചതിൽ സന്തോഷം. സാറ് പറഞ്ഞ പോലെ അടുത്തെത്തിയില്ലെങ്കിലും
ഞാൻ ശ്രമിക്കാം. അരുൺ, രാഹുൽ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. അവരൊക്കെ ചോദിച്ചതിന് നല്ല കൃത്യമായ ഉത്തരങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ ബെഞ്ചിച്ചേട്ടൻ്റെ നല്ലൊരു ഇതായിരുന്നു എക്സ്പീരിയൻസ്. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത കഴിവുകളാണ് ഓരോ മേഖലകളിലെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തത്. പിന്നെ അരുണാണെങ്കിൽ അരുണിനും പല മേഖലകളിൽ ചില കഴിവുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിസൈൻ ചെയ്യാനായിട്ട് അരുൺ ഇപ്പം പറഞ്ഞത് മറ്റേ നോർമൽ ഇൻവെർട്ടറിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്ട്രാ റിലേ സിസ്റ്റം വെച്ചുള്ള ഒരു ചേഞ്ച് ഓവർ സിസ്റ്റം ആണ്. അതൊരു നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ അത് നല്ല ഐഡിയ ഒന്നുമല്ല, മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ്. അത് മേടിച്ച് വെച്ചാൽ മതി, ആരും തിരക്കുന്നില്ല അങ്ങനെയുള്ള സാധനം ഉണ്ടെന്ന്. അതെ, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഒരാൾ വേണമല്ലോ. അത് നല്ലൊരു ഇതാണ്. നന്ദി. ഇനി നമ്മള് അടുത്ത ആഴ്ച നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ക്രമത്തിനനുസരിച്ച് ഒരു ക്ലാസ് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ബേസിക് ഇലക്ട്രോണിക്സ് ഒന്ന് കവർ ചെയ്യാം. അതിനോടൊപ്പം ലോഡ് കാൽക്കുലേഷനും. മിക്ക ആൾക്കും ലോഡ് കാൽക്കുലേഷനും ബേസിക് ഇലക്ട്രോണിക്സും അത്രത്തോളം ഡീപ്പായിട്ട് അറിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാനിവിടെ ക്ലാസ്സിൽ വരുന്ന ആളോട് ചോദിക്കാറുണ്ട്. അവരിൽ നിന്നൊരു കൃത്യമായ ഒരു ഐഡിയ, പലർക്കും അത് അറിയാമെങ്കിലും അതെങ്ങനെ പറയണമെന്ന് അറിയില്ല. സോളാർ മേഖലയില് ഈ വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണെന്ന് ഡീപ്പായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാൽക്കുലേഷനും ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ്സിൽ ഞാനത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബേസിക് ഇലക്ട്രോണിക്സും ലോഡ് കാൽക്കുലേഷനും ആണ്. തുടർന്നുള്ള ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചാർജ് കൺട്രോളർ, ബാറ്ററി, ഇൻവെർട്ടർ, പിന്നെ പവർ പ്ലാന്റ്, അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ, അങ്ങനെ ഓരോ കണ്ടന്റ് ആയിട്ടാണ് ഓരോന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറയുവാണെങ്കിൽ. സാറേ ഒരു മിനിറ്റ്, ഈ ലോഡ് കൺട്രോൾ ഒക്കെ വരുമ്പോഴേ ഒരു വിഷ്വലൈസ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് ഒരു നോട്ട് പോലെ എഴുതി എടുക്കാനൊക്കെ. അപ്പൊ ഈ പറയുന്നതിനേക്കാൾ ഉപരി ഒരു എന്തെങ്കിലും ഒരു വിഷ്വലൈസ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് കാണിക്കാനോ അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. ഞാൻ അതില് ഓരോ ലോഡ് കാൽക്കുലേഷൻ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടിങ് ക്ലാസ് ആയതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമ്മളത് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു സബ്ജക്റ്റ് മാത്രം കേന്ദ്രീകരിച്ച് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അടുത്ത തവണ ലോഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കാൽക്കുലേഷനും ബേസിക് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഇന്ന് നമ്മളൊരു ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഒരു കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ബാറ്ററി ആണെങ്കിൽ ബാറ്ററി തന്നെ. അങ്ങനെ ഒരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ്? അങ്ങനെ ചെയ്താൽ മതിയോ? ഓക്കെ, അത് മതിയാ. സബ്ജക്ട് വൈസ് പോയാൽ മതി. അങ്ങനെ ഓരോന്നും അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതെ, അല്ലാതെ ഇങ്ങനെ നമ്മള് കാടിക്കാർ ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ എല്ലാം അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ മോഡ്യൂളായിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകാനും പറ്റും. മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ പറയാം, എന്നിട്ട് നമുക്കത് ഫിക്സ് ചെയ്തേക്കാം. വേറെ എന്തെങ്കിലും അഭിപ്രായം അതിനോട് ബന്ധപ്പെട്ട്? ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത സബ്ജക്ട് വൈസ് തന്നെ പോയാൽ മതി. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓരോ കാര്യവും ക്ലാരിഫൈ ചെയ്ത് പോവാം. സബ്ജക്ട് വൈസ് തന്നെയാണ് നല്ലത് സാറേ. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സ്. നിങ്ങൾക്ക് അതിനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഒന്ന് ഒരു ലോഡ് കാൽക്കുലേഷൻ, നിങ്ങളുടെ വീട്ടിലെ ലോഡ് ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. 2, കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. അപ്പം നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ക്ലാസ് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോവാം. അപ്പം ഇതിലുള്ള ആളായിരിക്കും തുടർന്ന് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈസിയാണ്. ഇതിന്റെ എന്തിനാണ് ഈ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുള്ള പ്രയോജനം. ഉദാഹരണത്തിന് എർത്തിങ്ങിനെ സംബന്ധിച്ച് 2 അഭിപ്രായമുണ്ട്. ഒന്ന് DC എർത്തിങ്ങും AC എർത്തിങ്ങും സെപ്പറേറ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏതാണ് ശരിയെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഐഡിയ വരണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടെത്തിയ ഈസിയാണ്. അപ്പം നമുക്ക് പല കാര്യങ്ങളും പ്രാക്ടിക്കൽ നോളജ് കിട്ടണമെങ്കിൽ ഈ ഫണ്ടമെന്റൽ തമ്മിലുള്ള ഈ ബേസിക് ഇലക്ട്രോണിക്സിന്റെ ഫണ്ടമെന്റൽ വ്യത്യാസമാണ്. അങ്ങനെ ഒന്ന് ചെയ്യാം. അടുത്ത തവണ നിങ്ങളൊന്ന് പ്രിപ്പയർ ആയിട്ട് വരിക. ക്ലാസ് കാൽക്കുലേഷൻ, അതേപോലെ ബേസിക് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇപ്പൊ കണ്ണചേട്ടാ, രാഹുൽ, പിന്നെ മറ്റേ ചേട്ടാ, എല്ലാരോടും നന്ദി. ഇത്രയും നേരം ക്ലാസ്
കുറെ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതിനെല്ലാം നന്ദി. അപ്പം എന്തെങ്കിലും ആവശ്യമോ മറ്റുള്ള എന്തെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ആക്ച്വലി ഞങ്ങൾക്ക് 3 കമ്പനിയാണ്. ഇലക്ട്രി എന്ന് പറഞ്ഞൊരു കമ്പനിയും, സോളിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയും, പിന്നെ ആസ്പെയർ ഇൻഫോടെക് എന്ന് പറഞ്ഞ പക്ക ഇലക്ട്രോണിക്സ് ഒരു കമ്പനി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അതിന് സർവീസ് ചാർജോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്നെ സഹായിക്കാൻ ഫോൺ നമ്പർ മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഇതിനകത്തിലുണ്ട്. മറ്റേ കണ്ണൻ ചേട്ടന്റെ അടുക്കലുണ്ട്. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇതിനകത്തിൽ ഇട്ടേക്കാം. ഞാൻ എന്റെ കമ്പനിയുടെ രീതി പ്രൊഫൈൽ ഇട്ടേക്കാം. ഗ്രൂപ്പിലിട്ടാലും ഗ്രൂപ്പിൽ വിടാം. അപ്പം എല്ലാവർക്കും എല്ലാം ഇത്രയും നേരം നിന്നതിനും എല്ലാം നന്ദി. ബെന്നിച്ചേട്ടനൊക്കെ പ്രത്യേകം നന്ദി. കാരണം ഒരുപാട് രാഹുൽ ആയാലും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം പലരും പറഞ്ഞ എല്ലാവർക്കും ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യനാണ് രാഹുൽ. കാരണം അദ്ദേഹം ഒരുപാട് സഹായിക്കുന്നതാണ്. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിമ്മി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൊല്യൂഷനും അവിടെ തന്നെ കിട്ടും. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഒരു തുടക്കക്കാർക്ക് പോകാൻ പറ്റിയ ഒരു ഇതാണ്. കാരണം ഞാൻ എന്നോട് പറയുന്ന എല്ലാ തുടക്കക്കാരും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാറുണ്ട്. കാരണം നല്ലൊരു ഇതാണ്, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ഇതാണ്. ബെന്നിച്ചേട്ടൻ ആ ഒരു ലെവലിൽ നിൽക്കുന്ന വലിയൊരു ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാം ഇത്രയും നേരം ഇത് ചെയ്യാൻ പറ്റിയതിന് വളരെ നന്ദി. അതെ, എല്ലാം നിങ്ങൾക്ക് A to Z കാര്യം കേട്ടോ. സൂപ്പർ മാർക്കറ്റാ, പോയാൽ മതി. കൊള്ളാം, വളരെ നന്നായി. രാഹുലിന്റെ ഉദാഹരണം വളരെ നന്നായി. അതെ, നമുക്കൊരു എക്സ്പീരിയൻസ് ആയി. ഒത്തിരി നന്നായി കേട്ടോ ഈ പ്രോഗ്രാം. നമുക്ക് ഒത്തിരി പറയാൻ പറ്റും. നമുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്കും കിട്ടുന്നുണ്ട്. കാരണം ഞാനൊക്കെ ഇതിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ആരും പറഞ്ഞു തരത്തില്ലായിരുന്നു, ഒന്നും പറഞ്ഞു തരത്തില്ല. അപ്പൊ ഞാൻ വലിയൊരു കമ്പനിയുടെ ഒരു എഞ്ചിനീയർ എടുക്കെ ചെന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിന് എന്റെ അടുക്കൽ അയാള് മുഖം കറുത്ത് സംസാരിച്ചു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചതാണ്, ഒരാളാണെങ്കിലും എന്റെ അടുക്ക വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം അതുകൊണ്ട് ആ വാശിക്ക് തന്നെ ഞാനാണെങ്കിൽ ഒരു വർഷം ഡീലർ, ഈ ആലപ്പുഴ ജില്ലയിലായാലും ഏതൊരു ജില്ലയിലായാലും ഡീലർമാരെ പ്രൊമോട്ട് ചെയ്തു. അവരുടെ അടുക്കൽ പോയി അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇന്നതാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ ചെയ്യും. കാരണം അതുകൊണ്ട് കുറെ ഗുണങ്ങളും ഉണ്ട്. പറഞ്ഞുതരാം. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നു. നമ്മൾ തീർച്ചയായിട്ടും വളരാതിരിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് കൊടുത്ത് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടില്ല, അതിന് യാതൊരു സംശയമില്ല. അതിനകത്ത് നമ്മളത് കൃഷിക്കേണ്ട കാര്യമില്ല. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും രാഹുലിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ശ്രദ്ധിക്കില്ല. ഈ പുതിയ ആളുകൾ തീർച്ചയായിട്ടും രാഹുലിന്റെ അടുത്ത് ചെല്ലുന്നത് തന്നെ വെമ്മിലൊന്ന് ചെല്ലുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത്. അതെ, തുടക്കക്കാർക്ക് ചെല്ലാൻ പറ്റിയ. കാരണം വേറൊരാളുടെ ഒരു കമ്പനിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവര് കച്ചവടം ഇതായിട്ടോ ഞാന് ഒക്കെ ഉണ്ടാവും. ഇതൊന്നും അവിടെ ചെല്ലുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ആർക്കും തുറന്ന സമയങ്ങളിൽ ചെല്ലാം. അല്ലെ, റിം എവിടെയാണ് സാറേ? ഈ രാഹുൽ സാറിന്റെ റിം എവിടെയാണ് സ്ഥലം? ആലുവ ആണല്ലേ? ഓക്കെ. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നല്ലൊരു സെഷൻ ആയിരുന്നു. നിങ്ങളെല്ലാം നല്ല പോസിറ്റീവായ നല്ല സെലക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഞായറാഴ്ച 3:30 കാണാം. എല്ലാവർക്കും താങ്ക്സ്. Thank you, sir. Thank you. Okay, thank you. Thank you, sir. Thank you. Thank you very much. Thank you, sir.